ഹലോ ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ USS എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. നമ്മളപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്നപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണല്ലേ. നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കിയാലേ ഇത്തവണ ഇങ്ങനെ വരും എന്നുള്ള അതിൻ്റെ ഒരു പാറ്റേൺ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ ആൻസറും ചെയ്തു പോവാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ എൻ്റെ മക്കള്. വിച്ച് among the following has 8 factors? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. ഇവിടെ 4 ഓപ്ഷൻസ് ABCD തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നവയിൽ 8 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഏതാണ്? അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 8 ഘടകം എങ്ങനെ എടുത്താലും 8 ഫാക്ടേഴ്സേ ഇവയ്ക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ഏത് സംഖ്യയ്ക്കാണ് 8 ഫാക്ടേഴ്സ് മാത്രം വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാലോ. അപ്പോൾ ഓപ്ഷൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, ഓപ്ഷൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ നോക്കി, 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. അവിടെ നോക്കുമ്പോൾ നമുക്കറിയാലേ, അതായത് 2 സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിനെ അല്ലെങ്കിൽ 2ന്റെ പവർ 2 ആയിട്ടാണ് വരുന്നത് എങ്കിൽ ടോട്ടൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? പവർ 2 ആണ്, അതിനോട് കൂടെ 1 കൂടി കൂട്ടണം. അപ്പൊ അതിന് മൊത്തത്തിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എത്രയാണ്? 3 ഫാക്ടർ വന്നു ഇൻറ്റു, ഇനി അടുത്തതിൽ 3 സ്ക്വയർ, വീണ്ടും 3 ഫാക്ടർ വന്നു, പിന്നെ വീണ്ടും അടുത്തതിൽ 2 ആണ്, 2 + 1 വീണ്ടും 3. ഇവിടെ നോക്കൂ, 3 × 3 തന്നെ 9 ആയി. അപ്പൊ 8 ഫാക്ടർ വരുമോ? അത് ശരിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഓപ്ഷൻ എ അല്ല. ഓക്കെ, അപ്പൊ നമ്മളത് വിട്ടിട്ട് കളഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താണ്? 2 ക്യൂബ് ഇൻറ്റു 3. 3 എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്? വെറുതെ ഒരു നമ്പർ മാത്രം 3 മാത്രം വന്നു എന്നാൽ വെച്ചാൽ അതിന് പവർ എത്രയാണ് വരേണ്ടത്? 3:1 എന്നാണ് വരേണ്ടത് അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ എത്ര പവേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. എത്ര ഘടകങ്ങൾ വരും എന്ന് നോക്കിയാൽ ഇവിടെ 3 ആണ്. അപ്പൊ 3 + 1. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ഫാക്ടേഴ്സ് ആയി 3 + 1 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഇൻറ്റു, അടുത്തതിൽ മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമ്മൾ താഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ തന്നെ എടുക്കും. ഇനി ഇവിടെ 1 ആണ്, 1 + 1. അപ്പൊ ഇവിടെ നോക്കാം, ഫസ്റ്റത്തിൽ 3 + 1 4 ആണ് കിട്ടിയത്. ഇൻറ്റു രണ്ടാമത്തിൽ എത്രയാ? 1 + 1 2 ആണ് കിട്ടിയത്. 4 × 2 എത്രയാണ് മക്കളെ? 4 × 2 = 8 എന്ന് കിട്ടിയില്ലേ? ഇപ്പൊ നമ്മുടെ ആൻസർ ആയോ? അപ്പൊ 8 ഫാക്ടേഴ്സ് ഉള്ള സംഖ്യ ഇവിടെ ഏതാണ്? 2 ക്യൂബ് ഇൻറ്റു 3. 2 ക്യൂബ് ഇൻറ്റു 3 എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ 8 ഘടകങ്ങളുള്ള നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ അത് സോൾവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ABCD is a rectangle of length 30 സെന്റിമീറ്റർ. കാണുന്നുണ്ടോ? ഇത് 30 സെന്റിമീറ്റർ ആണ്. ഞാൻ ഒന്നുകൂടി എഴുതാം. 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത്. ആൻഡ് ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ. വീതി എത്രയാണ് മക്കളെ? 20 സെന്റിമീറ്റർ. ഞാൻ അത് ഒന്നുകൂടി എഴുതുന്നുണ്ട്, അത് കാണുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 20 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, വീതിയും 30 സെന്റിമീറ്റർ നീളം ലെങ്ത്തുമുള്ളൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് ട്രയാങ്കിൾസ്? ഈ റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനുള്ളിലായിട്ട് മുകളിലായിട്ട് എന്താണ്? മുകളിലും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സൈഡിൽ ഇതും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്തും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഷെയ്ഡഡ് പോർഷൻസിന്റെ ഏരിയ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി മാറ്റി വരയ്ക്കാവേ. യെസ്, ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. യെസ്, അതിനുള്ളിൽ ആരുണ്ട്? ഒരു ട്രയാങ്കിൾ കൂടി വന്നിട്ടുണ്ട്. നോക്കി, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്നിരിക്കട്ടെ. ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പേരൊക്കെ കൊടുക്കാം അല്ലേ. പേരൊക്കെ കൊടുക്കാം. എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? ABCD. മുകളിൽ നിന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. AB, പിന്നീട് CDE. C ഉണ്ട്, DE. ഓക്കെ ആണല്ലോ. ABCD എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിൾ ഉണ്ട്, അതിനുള്ളിൽ DEC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ആദ്യം ചോദിച്ചാൽ അതിന് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വഴി ഫുള്ളുള്ളത് എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിനുള്ളിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ട്രയാങ്കിൾ നിൽക്കുന്നത് അല്ലേ. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്നും
നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുന്നു. നോക്കിക്കേ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ, പരപ്പളവ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് എന്തിന്റെയാണ്? ട്രയാങ്കിൾ. മനസ്സിലായോ? മൊത്തത്തിൽ കിടക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിൾ ആണ് വലുത് അല്ലേ? അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ട്രയാങ്കിളിന്റെ അടുത്ത് മാറ്റിയാൽ മതിയല്ലേ? ഈ ട്രയാങ്കിളിന്റെ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഷെയ്ഡഡ് പോർഷൻ കിട്ടൂലേ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. യെസ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? L/B ആണ് അല്ലേ? അപ്പോൾ L/B കണ്ടുപിടിക്കണം. മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് BH ആണ് അല്ലേ? ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഹാഫ് BH ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഇപ്പുറത്തേക്ക് ഒന്ന് എടുത്തെഴുതാം അല്ലേ? ലെങ്ത് എത്രയായിരുന്നു? 30 ആയിരുന്നു അല്ലേ? നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. 30 ആയിരുന്നു നമ്മുടെ ലെങ്ത്. യെസ്, 30 ആണ് നമ്മുടെ ലെങ്ത്. പിന്നീട് നോക്കിക്കേ, നമ്മുടെ 20 ആണ് നമ്മുടെ ബ്രെഡ്ത്ത്. യെസ്, 20 ആണ് നമ്മുടെ ബ്രെഡ്ത്ത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം L/B വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. L/B എന്ന് പറയുമ്പോൾ 30 × 20 മൈനസ് ഹാഫ് BH ആണ് നമുക്ക് ചെയ്യേണ്ടത്. BH അതായത് ഈ ട്രയാങ്കിളിനെ വെച്ച് നോക്കാം. നമുക്ക് ട്രയാങ്കിളിനെ വെച്ച് നോക്കുമ്പോൾ ബേസ് എത്രയാണ്? ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് DC ആണ് അല്ലേ? DC ഈസ് 30 സെന്റിമീറ്റർ ആണല്ലോ. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്നത് ഈ ഒരു ലൈനാണ് എന്ത്? അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ BC തന്നെയല്ലേ? BCയുടെ ലെങ്ത്തും ഇപ്പൊ തന്നിരിക്കുന്ന ഈ താഴത്തേക്ക് വരച്ചിരിക്കുന്ന ഹൈറ്റും ഒന്ന് തന്നെയല്ലേ? ദാറ്റ് ഈസ് 20. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം 30 × 20 ചെയ്യാം. 30 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 2 6 ആണ്. 2 0 ഇട്ട് കൊടുക്കുന്നു. മൈനസ് 30 × 20 പകുതിയാക്കിയിരിക്കുന്നു അല്ലേ? ഇത് നോക്കി, 30 × 20 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ? 600നെ പകുതിയാക്കുന്നു. ദാറ്റ് ഈസ് 300. അപ്പൊ 600 നിന്ന് 300 കുറച്ച് ആൻസർ എത്ര കിട്ടണം? 300 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വേണം നമ്മുടെ യൂണിറ്റ് വരാനായിട്ട്. 300 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് നോക്കാം നമ്മുടെ ഓപ്ഷൻസിൽ കിടക്കുന്നുണ്ടോ എന്ന്. 300 യെസ്, ഓപ്ഷൻ ഡി ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? 300 സെന്റിമീറ്റർ സ്ക്വയർ. ഇതേനാ ഓപ്ഷൻ ഡി ആണ് അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൽ നിന്നും ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിളിൽ നിന്നും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, യെസ്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇതും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് എ ക്യൂബിക്കൽ കേക്ക് ഈസ് 10 അല്ലെ? 10 രൂപയാണ്. ഒരു ക്യൂബിന്റെ ആകൃതിയിലുള്ള ഒരു കേക്ക് വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഇതേ നോക്കൂ, ഇതാണ് നമ്മുടെ ക്യൂബിന്റെ ആകൃതി അല്ലെ? ഇതേ നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്യൂബിന്റെ ആകൃതിയിലുള്ള കേക്ക് നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, ഈ ഒരെണ്ണത്തിന് വാങ്ങിച്ചപ്പോൾ 10 രൂപയായിരുന്നു വില. ഓക്കെ, 10 രൂപയായിരുന്നു വില. ഇനി എന്താണ് നമ്മൾ ചെയ്തത്? ദ ഡൈമെൻഷൻസ് വെയർ ഓൾ ഡബിൾഡ്. ഈ തന്നിരിക്കുന്ന കേക്കിന്റെ എല്ലാ വശങ്ങളുടെയും അളവ് നമ്മൾ 2 മടങ്ങാക്കി കൂട്ടുന്നു. എന്താണ്? 2 മടങ്ങാക്കി ഈ ഓരോ വശങ്ങളും കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് അല്ലേ? ഈ കിടക്കുന്നതാണ് നമ്മുടെ ക്യൂബ്. യെസ്, വരച്ചു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ ക്യൂബിന്റെ എല്ലാ വശങ്ങളും നമ്മൾ എന്ത് ചെയ്തു? 2 ഇരട്ടിയാക്കി നോക്കിയപ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ബിഗ് കേക്ക്? അല്ല, ഓരോ വശവും 2 ഇരട്ടിയാക്കി എന്ന് പറയുമ്പോൾ ഈ കേക്ക് ഭയങ്കര വലുതായി മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേക്കിന്റെ വില എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ഏരിയ അല്ലെങ്കിൽ ഓരോ വശങ്ങളും എന്താക്കി? ഡബിൾ ആക്കി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഡബിൾ ദ ഏരിയ അല്ലെങ്കിൽ ഓരോ വശങ്ങളും വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ, പരപ്പളവും എന്തായി മാറി? ഇരട്ടിയായി മാറി. ഏരിയ ഡബിളായി എന്ന് പറഞ്ഞാൽ വോളിയത്തിലും വ്യത്യാസമുണ്ടായി എന്നാണ് അർത്ഥം. ഓക്കെ, വോളിയം കണ്ടുപിടിക്കുന്നത് എ ക്യൂബ് വെച്ചിട്ടാണ്. എ ക്യൂബ് എന്നുള്ളതാണ് ഒരു ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ. വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് എ ക്യൂബ് എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏരിയ ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം 8 ടൈംസ് ആയി എന്നാണ് അർത്ഥം. വോളിയം വിൽ ബി 8 ടൈംസ്. അത് പഠിച്ചു വെക്കാട്ടെ മക്കളെ. 8 ടൈംസ്, 8 ഇരട്ടിയായി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ എത്ര രൂപയായിരുന്നു കേക്കിന്? ആദ്യം 10 രൂപയായിരുന്നു. ഇപ്പൊ അതിന്റെ 8
8 മടങ്ങ് കൂടി, ദാറ്റ് മീൻസ് ഇൻറ്റു 8 ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ₹80. അപ്പോൾ 80 രൂപയാണ് പുതിയ വലിയ കേക്കിന്റെ വില. മനസ്സിലായോ? പുതിയ കേക്കിന്റെ വില എത്രയാണ് മക്കളെ? ഇപ്പോൾ 80 രൂപ. 80 രൂപ ഉണ്ടോ ഇവിടെ? യെസ്, ഓപ്ഷൻ സി 80 ആണ് കിടക്കുന്നത് അല്ലേ? യെസ്. അപ്പം നമ്മുടെ ആൻസർ ആയി ഓപ്ഷൻ സി 80. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ക്യൂബിന്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് വോളിയം 8 മടങ്ങായി മാറുന്നു. ഓക്കെ ആണല്ലോ? യെസ്. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള പെർസെൻറ്റേജ്, ശതമാനം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കി, ശതമാനത്തെ ബന്ധപ്പെടുത്തിയ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേ. A student who secures 20% mark in an examination fails by 30 mark. അതായത് അവന് കിട്ടിയത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിപ്പോൾ അർജുൻ എന്നാണ് അവൻ്റെ പേരെന്ന് വിചാരിക്കാം. അർജുന് കിട്ടിയത് ആ മൊത്തത്തിൽ ആ എക്സാമിൻ്റെ 20% മാർക്കാണ് കിട്ടിയത്. എത്രയാണ്? 20% മാർക്ക്, 20% മാർക്ക് കിട്ടി. പക്ഷെ അവൻ ഫെയിൽസ് ബൈ 30 മാർക്കിന് തോറ്റു. അതായത് 50 മാർക്ക് പാസ്സാവാൻ വേണമെങ്കിൽ അവൻ എത്രയേ കിട്ടിയുള്ളൂ? 20 മാർക്കേ കിട്ടിയുള്ളൂ. അതായത് 30 മാർക്കിന് അവൻ തോറ്റു, 20 ഉള്ളൂ, ഒരു 30 മാർക്ക് കൂടി കിട്ടിയിരുന്നേ അവൻ ജയിച്ചേനെ അല്ലേ? പക്ഷെ അവൻ എന്താ തോറ്റു? 30 മാർക്കിന് അവൻ തോറ്റു. 30ന്റെ കുറവുണ്ടായി എന്നർത്ഥം. -30 എന്ന് കൊടുക്കുവാണേ. ഓക്കെ, ഇനി അനദർ സ്റ്റുഡൻറ്റ്, മറ്റൊരാൾക്ക് നമുക്ക് മറ്റൊരു പേരിടാം, അനൂപ് എന്ന് പേരിടാം. അവൻ്റെ പേര് അനൂപ് എന്നാണ്. അവൻ എത്ര ശതമാനം മാർക്കാണ് കിട്ടിയത്? അനദർ സ്റ്റുഡൻറ്റ് ഹൂ സെക്യൂർസ് 32% മാർക്ക്. അവന് 32% മാർക്ക് ഉണ്ടായിരുന്നു. 32% മാർക്ക് ഉണ്ടാവുകയും ചെയ്തു. ഗെറ്റ്സ് 42 മാർക്സ് മോർ ദാൻ ദോസ് റിക്വയർഡ് ടു പാസ്. ജയിക്കാൻ ആവശ്യമുള്ള മാർക്കിനേക്കാൾ 42 മാർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്തു. കണ്ടോ, 42 മാർക്ക് അവന് കൂടുതലായിരുന്നു എന്നർത്ഥം. അതായത് അർജുനാണെങ്കിൽ 30 മാർക്കിന് കുറവ് വന്നു, അനൂപിനാണെങ്കിൽ പാസ് മാർക്കിനെക്കാളും 42 മാർക്ക് കൂടുതൽ വന്നു. ഓക്കെ ആണല്ലോ? ഇനി ദ മാക്സിമം മാർക്സ് ആർ, അതായത് എത്രയായിരുന്നു ഇതിന്റെ പരമാവധി മാർക്ക്? അതായത് എക്സാം എത്ര മാർക്കിലാണ് കണ്ടക്ട് ചെയ്തത് എന്നർത്ഥം. അതായത് 100-ലാണോ എക്സാം ഇട്ടത്, 50-ലാണോ, 200-ലാണോ? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി, വലിയ വലിയ ഓപ്ഷൻസ് അല്ലെ. 600-ആണോ, 720-ആണോ, 400-ആണോ, 500-ആണോ? എത്രയായിരുന്നു മാക്സിമം മാർക്ക്? എത്രയിലായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്ത ഔട്ട് ഓഫ് മാർക്ക് എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? പരമാവധി മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരാൾക്ക് 20%, മറ്റൊരാൾക്ക് 32%. ഒരാൾക്ക് 30 കുറവായിരുന്നു, ഒരാൾക്ക് 42 കൂടുതലായിരുന്നു. അതായത് ഈ കുറഞ്ഞു പോയ 30-ഉം ഈ കൂടിപ്പോയ 42-ഉം കൂടി നമ്മളൊന്ന് സം ചെയ്ത് വയ്ക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ആണല്ലോ. 30-ഉം 42-ഉം, ഒരാൾക്ക് 30 കുറഞ്ഞു, ഒരാൾക്ക് 42 കൂടി എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജുകൾ തമ്മിലുള്ള വ്യത്യാസമല്ലേ? 32%-ൽ നിന്നും 20% കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 12%-മാണ് ഈ കൊടുത്തിരിക്കുന്ന 72 എന്ന് പറയുന്ന മാർക്ക്. പിടികിട്ടി? ഒരാൾക്ക് 30 കുറവായിരുന്നു, ഒരാൾക്ക് 42 കൂടുതലായിരുന്നു. ആൻഡ് അവർ തമ്മിലുള്ള പെർസെൻറ്റേജിന്റെ വ്യത്യാസം എത്രയാണ്? 12%. അപ്പോൾ ഈ 12%-മാണ് ഈ പറയുന്ന 72 എന്ന് പറയുന്ന മാർക്ക്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? എന്താണ് ഈ 12%-മാണ് നമുക്ക് 72 എന്ന് പറയുന്ന ഈ ഒരു മാർക്ക്. ഓക്കെ, അതായത് 12/100 ആണ് 72 എങ്കിൽ ബാക്കി 100% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 12%-ആണ് 72. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ നമ്മൾ ഈ 12/100 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി കേട്ടോ. അതായത് 72 ഓൾറെഡി ഇവിടെ ഉണ്ട്, 12/100 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 100/12 എന്ന് വരുന്നു. ഓക്കെ ആണോ? 72-ഉം 100-ഉം തമ്മിൽ വെട്ടിപ്പോകും. 12ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് ആര്? 72 എന്ന് പറയുന്നത്. ഇനി 6 × 100 മാത്രം ചെയ്താൽ പോരെ? 6 × 100. സോ ദ ആൻസർ ഈസ് 600. അപ്പോൾ എത്രയിലായിരുന്നു മാർക്ക്? 600-ലായിരുന്നു എക്സാം ഇട്ടിരുന്നത്. അപ്പോൾ 600 മാർക്കാണ് ഈ ഒരു എക്സാമിന്റെ മാക്സിമം മാർക്ക് വരുന്നത്. ക്ലിയർ ആണോ? നമ്മൾ എന്താണ് ചെയ്തത്? 32-ഉം 20%-വും തമ്മിലുള്ള വ്യത്യാസം എടുത്തു, ദാറ്റ് ഈസ് 12. പിന്നെ അവർ തമ്മിലുള്ള മാർക്ക് കൂട്ടിയെടുത്തു. 30 + 42, ദാറ്റ് ഈസ് 72. അവ ഈക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 600 എന്ന് പറയുന്ന മാക്സിമം മാർക്ക് കിട്ടുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്? യെസ്. ഓക്കെ, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4/2021? അല്ലെ, 4/2021 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വെക്കാം. ഓക്കെ, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ഥാനം നീക്കി ഇടൂലേ? ഒറ്റ 10, 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ഥാനം നീക്കി ഇടൂലേ? വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്. അതിനകത്ത് വൺസിന്റെ പ്ലേസിനെയാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അതായത് ഇപ്പൊ നമ്മളിപ്പോൾ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 1ന്റെ സ്ഥാനം ഏതാണ്? 0 ആണ്.
2ന്റെ സ്ഥാനം ഏതാണ്? വീണ്ടും 0 ആണ്. മൂന്നാമത്തെ സ്ഥാനത്തിലാണ് ആര് കിടക്കുന്നത്? 1 കിടക്കുന്നത്. അതാണ് എന്ത്? 1, 2, 3 സ്ഥാനങ്ങൾ. ഓക്കെ, നമ്മൾ ഒറ്റ 10, 100, 1000 ഇങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? 4:2021 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരുന്നത് എന്നുള്ളതാണ് അല്ലെ. കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പർ ഏതാണ്? 2021 ആണ് നമ്മുടെ മുകളിൽ തന്നിരിക്കുന്ന പവർ എന്ന് പറയുന്നത് അല്ലെ. 2021 പവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ തന്നിരിക്കുന്ന 4 വെച്ച് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്താണ്? 2021 നമ്മൾ ആദ്യം 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. നമുക്ക് നോക്കിയാലോ? യെസ്, 20 ഉണ്ട്. ആദ്യം നമ്മൾ 20 എടുക്കുന്നത് അല്ലെ. 4ൽ 20 5 ടൈംസ് പോകും. അപ്പോൾ 5 × 4 20 എന്ന് കിട്ടുന്നു. 2ലും 0 വരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നമ്മൾ 0 എടുത്ത് എഴുതുന്നു. ഓക്കെ ആണല്ലോ. വീണ്ടും 21 ആണ് വന്നിരിക്കുന്നത് അല്ലെ. 21 നമ്മൾ എടുത്ത് എഴുതി. 21 വരുമോ? ഇല്ല, 20 വരുള്ളൂ അല്ലെ. ദാറ്റ് ഈസ് വീണ്ടും 5 ടൈംസ് 5 × 4 20 ആണ്. 1 നമുക്ക് എന്ത് വരും? റിമൈൻഡർ വരുന്നു. ശിഷ്ടം അല്ലെ. മലയാളത്തിൽ നമ്മൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. റിമൈൻഡർ നമുക്ക് 1 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ റിമൈൻഡർ 1 എന്ന് കിട്ടിയല്ലോ നമുക്ക്. ഇനി നമ്മൾ കൊടുത്ത നമ്പർ, അതായത് നമ്മുടെ 4:2021 ആയിരുന്നു. അതാണ് നമ്മുടെ 4 ആണ് നമ്മുടെ മെയിൻ ആണ് അല്ലെ. 4 ഈ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. എന്താണ്? 4 ഇപ്പൊ കിട്ടിയ റിമൈൻഡർ ദാറ്റ് ഈസ് 1. 4:1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 4ന്റെ 1ാമത്തെ പവർ അല്ലെ. 4ന്റെ 1ാമത്തെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. 4ന്റെ 1ാമത്തെ പവർ 4 ആണ്. 4ന്റെ 2ാമത്തെ പവർ എന്ന് പറയുമ്പോൾ 4 × 4 ആണ്. 4ന്റെ 3ാമത്തെ പവർ എന്ന് പറയുമ്പോൾ 4 × 4 ആണ്. അതറിയാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇതുപോലെ പറയുമ്പോൾ എന്താ? 4ന്റെ 1ാമത്തെ പവർ എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ പരിപാടി ചെയ്യുന്നത്. പിടി കിട്ടിയോ? ഇവിടെ 2 ആയിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനെ? അവിടെ 2 വെച്ചിട്ട് 4ന്റെ 2ാമത്തെ പവർ കണ്ടുപിടിച്ചേനെ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 4 എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് കയ്യിലേക്ക് കിട്ടാം. ഓക്കെ, യെസ്. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യനും കൊള്ളാം. ദ ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് 6500 must be divided to make the result a perfect square. അല്ലെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് നോക്കാം. യെസ്, 6500നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരു പൂർണ്ണവർഗമാവും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ തന്നിരിക്കുന്ന ഏതോ ഒരു സംഖ്യയെ വെച്ചിട്ട് 6500നെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യ എന്തായി മാറും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ ഏത് സംഖ്യ വെച്ചായിരിക്കും ഇതിനകത്ത് ഹരിക്കേണ്ടത് എന്നുള്ളത്. അതിന് ഏറ്റവും ആദ്യം അറിയേണ്ട പരിപാടിയാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ. കണ്ടോ, 6500നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ. നോക്കി, 6500നെ ആദ്യം ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 30,250 എന്ന് കിട്ടി. എത്രയാണ്? 30,250 എന്ന് കിട്ടി ആണല്ലോ. 30,250 കിട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? വീണ്ടും അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 15,125. 15,125 കിട്ടി. 15,125നെ വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അതൊരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ അതൊരു ഓഡ് നമ്പർ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5ൽ അവസാനിച്ചത് കൊണ്ട് നമുക്കതൊരു 5 വെച്ച് ഡിവിസിബിൾ ആയി പോകുന്ന സംഖ്യയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 5ൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം എന്തിൽ ഡിവിസിബിൾ ആവും? 5 വെച്ചിട്ട് ഡിവിസിബിൾ ആയി പോകും. ഓക്കെ, അപ്പോൾ 15,125നെ നമ്മൾ 5 വെച്ച് ചെയ്യുന്നു. അപ്പോൾ 3025 കിട്ടി. അപ്പോൾ വീണ്ടും 5 വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 605 കിട്ടി. അപ്പോൾ വീണ്ടും 5 വെച്ച് ചെയ്യാം. അപ്പോൾ 121 കിട്ടി. അപ്പോൾ 121ന് 5 ചെയ്യാൻ പറ്റുമോ? ഇല്ല. 11ന്റെ ടേബിളാണ് ആകെ 121 ഉള്ളത്. 11 × 11 ആണ് 121 എന്ന് നമുക്ക് കിട്ടാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാവരെയും കൂടി നമ്മൾ എടുത്തെഴുതാൻ പോവാണേ. യെസ്, കിട്ടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൂടി നമ്മൾ ഒന്ന് ഗ്രൂപ്പ് ആക്കാൻ പോവാം. 2 × 2 × 5 × 5 × 5 × 11 × 11. ഇതാണ് നമുക്ക് ഉള്ള ആൾക്കാരല്ലേ. കക്ഷികൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് പേയേഴ്സ് ആക്കി എഴുതാം അല്ലെ. നമ്മൾ പേയേഴ്സ് ആക്കി എഴുതുന്ന പരിപാടി പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൈം ഫാക്ടറൈസേഷനിൽ തന്നെ. പ്രൈം നമ്പേഴ്സ് ഒക്കെ പഠിച്ചതാണ് അല്ലേ. യെസ്, 2 × 2 അവരൊരു പെയറാക്കി മാറ്റി. 5 × 5 അവരെയും നമ്മൾ ഒരു പെയറാക്കി മാറ്റി. 11 × 11 അവരെയും പെയറാക്കി മാറ്റിയപ്പോൾ നമ്മുടെ പാവപ്പെട്ട 5 ദേ വെറുതെ ഇവിടെ നിൽക്കുവാണ് അല്ലേ. അവനെ ആർക്കും വേണ്ട, പാവം.
5നെ ആർക്കും വേണ്ട കുട്ട, പക്ഷെ നമുക്ക് അവനെ വേണം അല്ലേ, അവനാണ് നമ്മുടെ താരം. യെസ്, 5 ആണ് നമുക്കിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആള്. ദാറ്റ് മീൻസ് അവനാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. പിടി കിട്ടിയോ? സോ ഏത് നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഈ 60 500 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം? ഓപ്ഷൻ ഡി, 5 വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ ആണോ? 6ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി 5 ആണ്. പ്രൈം ഫാക്ടറൈസേഷനിലൂടെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആയിട്ട് മനസ്സിലായോ? യെസ് യെസ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 7ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ ഒന്ന് എന്താ പറയുക, ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടുള്ളൂ. നമുക്ക് നോക്കിയാലോ? യെസ്, ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 77, 147, 252 to leave the same remainder in each case is dash. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 77, 147, പിന്നെ 252. ഈ പറയുന്ന നമ്പേഴ്സിനെ ഏത് നമ്പർ വെച്ച് അതിനെ ഏറ്റവും മാക്സിമം ഹരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ ഏതാണ്, പക്ഷേ സെയിം റിമൈൻഡർ കിട്ടണം. കണ്ടോ, സെയിം ശിഷ്ടം ഒരുപോലെ വരണം, ഒരേ ശിഷ്ടം വരണം അല്ലേ. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഹരിച്ചാൽ ഒരേ ശിഷ്ടം ലഭിക്കുന്ന സെയിം സംഖ്യകൾ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ഓക്കെ ആണല്ലോ? 147 ഉണ്ട്, 77 ഉണ്ട്, 252. അപ്പൊ നമ്മൾ ഇവരെ ഒരു എന്താ പറയാ കോമൺ ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാണ്. ഇവിടെ തന്നിരിക്കുന്ന വലിയ ആളാരാണ്? 252 ആളല്ലേ. അപ്പൊ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യും. 252 ആദ്യം 147 കുറയ്ക്കും. ഓക്കെ, 252 147 ആദ്യം കുറയ്ക്കും. നമ്മൾ ഈ നമ്പേഴ്സ് ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. യെസ്, അപ്പൊ നമുക്ക് 105 എന്ന് കിട്ടും. എത്രയാണ്? 105 എന്ന് കിട്ടും. പിന്നെ അടുത്ത പരിപാടി, നമ്മൾ ഇത് കഴിഞ്ഞു. 252 147 കുറച്ചു. ഇനി നമ്മൾ 252 77 കുറയ്ക്കാൻ പോവാ കേട്ടോ. 252 77 കുറയ്ക്കുന്നു. ഓക്കെ, 252 77 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 175 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ വലുതേന്ന് ഈ രണ്ടുപേരെയും കുറച്ച് കഴിഞ്ഞു. ഇനി വേറൊരു വലുതും കൂടി ഉണ്ട് അല്ലേ. ഇനി വലുതായിട്ട് നിൽക്കുന്ന ആളാരാ? 252 പരിപാടി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാണ്? 147 ആളെ. അപ്പൊ 147 നിന്നും കൂടി നമ്മൾ 77 മൈനസ് ചെയ്ത് ഇവിടെ മൊത്തത്തിൽ ചെറുതാക്കി വെക്കുന്നു. 147 നമ്മൾ 77 കുറച്ച് വെക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടി. നോക്കി, ഇപ്പൊ 105, 175, 70 ഇവരെല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ. എന്താണ്? ഇവരെല്ലാവരും 5ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ. 105 5ൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ ആണ് 175. പിന്നെ 70 എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ 105, 175, 70. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇതിന്റെ എല്ലാത്തിന്റെയും HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? അതായത് ഈ 105നും 175നും 70നും കോമൺ ആയിട്ട് ഒരാളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കോമൺ ആയിട്ട് ഒരാൾ ഇവർക്ക് എല്ലാവരുടെയും കൂടെ വരുന്നുണ്ട്. അതാരാന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അതായത് ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു HCFനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് ഇതിന്റെ ആൻസറും കിട്ടി, നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഓപ്ഷൻ വെച്ചിട്ടൊന്ന് നോക്കാം അല്ലെ. ഓപ്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ആദ്യം 35 ആണ് വരുന്നത്. ഓക്കെ, 35ന്റെ ടേബിൾ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. 35 ഉണ്ട്, 70 ഉണ്ട്, 105 ഉണ്ട്, പിന്നീട് വീണ്ടും 140 വരുന്നുണ്ട്, പിന്നെ 175 ഉണ്ട്. അങ്ങനെ പോകും അതിന്റെ ടേബിൾ. ഇനി 25ന്റെ ടേബിൾ നോക്കിയാലോ. 25 ഉണ്ട്, 50 ഉണ്ട്. പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ 25ന്റെ ടേബിൾ. 75 ഉണ്ട്, 100 ഉണ്ട്, 125 ഉണ്ട്. അങ്ങനെയാണ് 25ന്റെ ഒരു പോക്ക്. ഇനി 9ന്റെ ടേബിൾ നമുക്ക് എന്തായാലും അറിയാം. 45നെ പിടിക്കാം നമുക്ക്. 45 ഉണ്ട്, 90 ഉണ്ട്, പിന്നെ 135 ഉണ്ട്, യെസ് 180 ഉണ്ട്. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു പോക്ക്. ഓക്കെ, നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ആയിരിക്കുക 105, 175, 70. ഈ 105ഉം 175ഉം 70ഉം കോമൺ ആയിട്ട് ഇതിനകത്ത് ഏതിന്റെ ടേബിളിലാണ് കാണുന്നേ? 35ന്റെ ടേബിളിൽ കാണുന്നില്ലേ? യെസ്, ദേ 70 ദേ കിടക്കുന്നു, 105 ദേ കിടക്കുന്നു, 175 ദേ കിടക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള ആൾ ആരാണ്? 35 ആണ്. എന്താണ് അവയുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? ആരാണ് മക്കളെ? 35 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഈ ഒരു എക്സാമിന്റെ തന്നെ പ്രത്യേകത എന്താണ് മക്കളെ? ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് ഇല്ലാതെ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടായി പോയത്. നമ്മൾ HCFന്റെ മെത്തേഡ് അപ്ലൈ ചെയ്ത് പോകേണ്ടി വന്നേ. ഇവിടെ പിന്നെയും നമുക്ക് എളുപ്പമുണ്ട്. ഇതുപോലെ ടേബിൾ ഒന്ന് എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ 35 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ടേബിൾ പഠിക്കാനായിട്ട് വലിയ സംഗതി ഒന്നുമില്ല, ജസ്റ്റ് കൂട്ടി എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ 8ാമത്തെ ചോദ്യം.
എട്ടാമത്തെ ചോദ്യം നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ ആണ് അല്ലെ പാരലൽ ലൈൻസ്. ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ് പാരലൽ ലൈൻസ്. നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ തന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട് അല്ലേ? യെസ്, എക്സ്, ആർ, വൈ, പി ഒക്കെ കൂടിയിട്ട് ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇൻ ദ ഫിഗർ ബിലോ പി ക്യു ഈസ് പാരലൽ ടു ആർ എസ് ആണല്ലോ. ഇതാണ് നമ്മുടെ പി ക്യു, ഇതാണ് നമ്മുടെ ആർ എസ്. ഓക്കെ, പി ക്യു ഇസ് പാരലൽ ടു ആർ എസ് എന്ന് പറയുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഇനി അടുത്ത് ക്യു പി ഇസഡ് എന്താണ് പറയുന്നത്? ഇതാണ് നമ്മുടെ ക്യു, ഇതാണ് നമ്മുടെ പി, ഇതാണ് നമ്മുടെ ഇസഡ്. മറ്റൊരു കളർ കൊണ്ട് കൊടുക്കാം. യെസ്, മറ്റൊരു കളർ കൊണ്ട് നമുക്ക് കൊടുക്കാം. ക്യു പി ഇസഡ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്യു, ഇതാണ് നമ്മുടെ പി, ഇതാണ് നമ്മുടെ ഇസഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യു പി ഇസഡ്. ക്യു പി ഇസഡിന്റെ വാല്യൂ എത്രയാണ് പറയുന്നത്? 110 ഡിഗ്രി. എത്രയാണ്? 110 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താണ്? എസ് ആർ എക്സ്. ഏതാണ്? എസ് ഉണ്ട് ഇവിടെ, ആർ ഉണ്ട് ഇവിടെ, എക്സ് ഉണ്ട് ഇവിടെ. എസ് ആർ എക്സ് എത്രയാണ്? 120 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 120 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ് മക്കളെ? എക്സ് വൈ ഇസഡ്. അത് ഏതാണ്? എക്സ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ അത് ഏതാ, എവിടെയാണ് കിടക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് എക്സ് കിടക്കുന്നത്, ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് ഇസഡ്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ. എക്സ് വൈ ഇസഡ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ. ഓക്കെ ആണല്ലോ? നമുക്ക് അപ്പുറത്തേക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പോകുമ്പോൾ എക്സ്, ആർ, എസ് എന്ന് പറയും ഇങ്ങനെ പോകുന്നുണ്ട്. യെസ്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരെണ്ണം പോകുന്നുണ്ട് അല്ലേ? യെസ്, ഇങ്ങനെ മറ്റൊരെണ്ണം പോകുന്നുണ്ട്. ഇതാണല്ലോ നമ്മുടെ പരിപാടി. യെസ്, ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവർക്ക് പേരൊക്കെ കൊടുത്തൊന്ന് സുന്ദരനാക്കാം. ഓക്കെ, പേരൊക്കെ കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് കളറാക്കാം. എക്സ് വൈ ഇസഡ്. പിന്നെ ആരാണ്? പി ക്യു ആർ എസ്. ഓക്കെ, പി ഇവിടെ, ക്യു ഇവിടെ, ആർ ഇവിടെ, എസ് ഇവിടെ. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പാരലൽ ലൈൻസിനെയും നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്താണ് മക്കൾ ചെയ്യാൻ പോകുന്നത്? ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ വൈയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഡോട്ടഡ് ലൈൻ കൊടുക്കുവാണേ. ശരിക്കുള്ള വര വരയ്ക്കേണ്ട, ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. കാണുന്നുണ്ടോ? അതിനാ ഡോട്ടഡ് ലൈൻ കൊടുക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് കറുപ്പിക്കുന്നുണ്ട്. യെസ്, ഡോട്ടഡ് ലൈൻ വരച്ച് നമ്മൾ എന്താക്കി? അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് എടുത്തെഴുതാം. തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അവരെ ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, 110 ഉണ്ടല്ലേ? ഇവിടെ 110 ഉണ്ട്. ഓക്കെ, താഴെയാണെന്നുണ്ടെങ്കിൽ എത്രയാ? 120 ഉണ്ട് അല്ലേ? ഇവിടെയായിട്ട് 120 ഉണ്ട്. തൊട്ടിപ്പുറത്തെ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാലോ. ഇവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവൻ ഇച്ചിരി കടുപ്പിച്ച് വരച്ചു. അവരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യു പി ഇസഡ് ആംഗിൾ ക്യു പി ഇസഡ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആണ് എന്ന് പറയുന്നത് അല്ലേ? 110 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പേരും കൂടി കൊടുക്കാം. ടി. ടി എന്ന് പറഞ്ഞാൽ ആ ഒരു കുനിപ്പിനും കൂടി നമുക്കൊരു പേര് കൊടുക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ക്യു പി ഇസഡ് ഈ കിടക്കുന്നതാണ് 110. ക്യു പി ഇസഡ് 110 ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആംഗിൾ എക്സ് വൈ ടി എന്താണ് ഇപ്പോൾ പറഞ്ഞത്? എക്സ് വൈ ടി. അതായത് ആംഗിൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എക്സ് വൈ ടി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. എക്സ് വൈ ടി ഈ പറയുന്ന ആംഗിൾ. എക്സ് വൈ ടി വേണ്ട, നമുക്ക് അല്ലെങ്കിൽ പി വൈ ടി എന്ന് പേര് കൊടുത്താൽ, എക്സ് വൈ ടി എന്ന് കൊടുത്താൽ നമ്മൾ എന്താണ് തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പി വൈ ടി കൊടുക്കാം. പി വൈ ടി, പി വൈ ടി. മനസ്സിലായാലും ഏതാണത്? ദീ കിടക്കുന്ന പി വൈ ഇങ്ങോട്ടേക്കുള്ള ടി. ഓക്കെ ആണല്ലോ? പി വൈ ടി ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പി വൈ ടി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? എന്തായിരിക്കും പി വൈ ടി എന്ന് പറയുന്നത്? ഇവിടെ നോക്ക്, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് അല്ലേ? മുകളിൽ 110 ആണെങ്കിൽ താഴെ വരേണ്ട ആംഗിൾ എത്രയായിരിക്കണം? 180 നിന്നും 110 കുറച്ചല്ലേ അത് കണ്ടുപിടിക്കേണ്ടത്. അതായത് 180 മൈനസ് 110 70 ഡിഗ്രി എന്നായിരിക്കും നമ്മുടെ ഈ ബ്ലൂ കളറിലെ ലൈറ്റ് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന അവിടേക്ക് വരേണ്ട നമ്മുടെ ആംഗിൾ. അതെ, 70 ഡിഗ്രി. ഞാൻ കൊടുത്തു 70 ഡിഗ്രി എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണോ? ഇതുപോലെ തന്നെ നമുക്ക് താഴത്തെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. നോക്കി, നമുക്ക് താഴത്തെ അതുപോലെ നോക്കാം. ആംഗിൾ എസ് ആർ എക്സ്. ആംഗിൾ എസ് ആർ എക്സ് നോക്കി മക്കൾ എത്രയാണ്? 120 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? നോക്കിയാൽ 120 എസ് ആർ എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? എസ് ആർ എക്സ് ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കളറിൽ കൊടുക്കാം. മറ്റൊരു കളറിൽ എടുക്കാം. നമുക്ക് പച്ച കളർ എടുക്കാം. യെസ്, ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ പച്ച കളറിൽ തന്നെ കൊടുക്കാം. ആംഗിൾ യെസ് അവിടെ കാണുന്നില്ല അല്ലേ? കുഴപ്പമില്ല. യെസ്, ആംഗിൾ ഏതായിരിക്കണം വരേണ്ടത്? വൈ ആർ എസ്. ആംഗിൾ വൈ ആർ എസ്. ശ്രദ്ധിച്ച മക്കൾ ഏതാണ്? വൈ ആർ എസ് ഇതാണ് കൊടുക്കേണ്ടത്. വൈ ആർ എസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടണം? നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ നിന്നും
120 ഡിഗ്രി മൈനസ് ചെയ്യുന്നു. 180 നിന്നും 120 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. അത് നമുക്ക് അങ്ങോട്ടേക്ക് എഴുതാം. യെസ്, എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ, 60 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? therefore, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയായിരിക്കും? കിട്ടേണ്ട ആൻസർ നമുക്ക് എത്രയായിരിക്കണം എന്ന് ഇപ്പൊ തന്നെ എഴുതാലോ. therefore ആംഗിൾ എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു, ഇപ്പുറത്ത് കിട്ടിയിട്ടുള്ള 70ഉം 60ഉം കൂടി കൂട്ടിയിട്ടല്ലേ എക്സ് വൈ ഇസഡിലേക്ക് വരാം. 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണല്ലോ. അതായത് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ആംഗിളും ഈ മൊത്തത്തിലുള്ള ആംഗിളും കൂടി എന്താണ്? സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കണം വരേണ്ടത്. 70, 60 സം ചെയ്തെടുക്കുന്ന അതേ ആംഗിൾ തന്നെയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടേണ്ട ആംഗിൾ എക്സ് വൈ സെഡ്. 60 പ്ലസ് 70 നമുക്ക് എത്ര കിട്ടുന്നു? 130 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പൊ ആൻസർ എത്രയാണ് മക്കളെ? 130 ഡിഗ്രി. കിടക്കുന്നുണ്ടോ 130 ഓപ്ഷനിൽ? ദോ കിടക്കുന്നല്ലേ, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 130 ഡിഗ്രി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അപ്പൊ ഇതുപോലെ ഫിഗർ വരച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്ത് പറ്റും? തെറ്റിപ്പോകും. ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തിലുണ്ട്? നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ ഡിവൈഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം, ഇതേ പാറ്റേണിലല്ല ചോദിച്ചേക്കണേ. ഓക്കെ, ശരി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഈ ക്വസ്റ്റ്യനും അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കേ. 2 pipes A and B can fill a tank in 30 minutes and 20 minutes respectively. അതായത് നമ്മുടെ എന്താ പറയുക, വീട്ടിൽ ടാങ്ക് വെച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ടെറസിൻ്റെ ഒക്കെ മുകളിലായിട്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് 2 പൈപ്പുകളാണ് ഉള്ളത്. പൈപ്പ് എ എന്നും പൈപ്പ് ബി എന്നുമാണ് അവരുടെ പേര് എന്ന് വിചാരിക്കാം. പൈപ്പ് എ 30 മിനിറ്റിൽ നമ്മുടെ ടാങ്ക് നിറയ്ക്കും. എന്താണ്? പൈപ്പ് എ തുറന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ടാങ്ക് ഫില്ലാവും. പക്ഷെ ബി ആണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് അല്ലേ. പുള്ളിയാണെങ്കിൽ 20 മിനിറ്റ് മതി. ബി ആണെങ്കിലോ 20 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്ത് നമ്മുടെ ടാങ്ക് നമുക്ക് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ബോത്ത് ദ പൈപ്സ് ആർ ഓപ്പൺ സൈമൾട്ടേനിയസ്ലി. എന്താണ് ഈ സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ? രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് തുറന്നിട്ടാൽ രണ്ടുപേരും ഒന്നിച്ച് പണിയെടുക്കാൻ പോവാം. ഓക്കെ, രണ്ടുപേരെയും ഒന്നിച്ച് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് രണ്ടുപേരും ഒന്നിച്ചു? രണ്ടുപേരും ഇന്ന് ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇത് ടാങ്ക് നിറയ്ക്കാനായിട്ട് പോകുന്നത് എങ്കിൽ എത്ര സമയം കൊണ്ട് നമ്മുടെ പരിപാടി തീർത്ത് അവർ നമ്മുടെ ടാങ്ക് നിറച്ചു തരും എന്നുള്ളതാണ് ചോദ്യം. എന്താണ് പറഞ്ഞത്? എ 30 മിനിറ്റ് എടുക്കും, ബി 20 മിനിറ്റ് എടുക്കും. അത് അവർ സെപ്പറേറ്റ് എടുക്കുന്ന ടൈമാണ് അല്ലേ. ഇനി ഇവർ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എയും ബിയും കൂടി ഒന്നിച്ചാണ് ഈ പരിപാടി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഒരു ചെറിയ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സോൾവ് ചെയ്യുക. ഓക്കെ, ബോത്ത് ദ പൈപ്സ് അല്ലേ, ബോത്ത് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഫസ്റ്റത്തെ ആളുടെ പേര് എന്താണ്? എ ആണ്. സെക്കൻഡ് ബി ആണ് അല്ലേ. എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ച് തന്നെ ഈ ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? എ എടുത്ത ടൈം എത്രയാണ്? 30 മിനിറ്റ് ആണല്ലേ. മറ്റൊരു കളറിൽ കൊടുക്കാം. 30 മിനിറ്റ് ആണ് എ എടുത്ത ടൈം. ബി എടുത്ത ടൈം എത്രയാണ്? 20 മിനിറ്റ് ആണ് അല്ലേ. അത് മുകളിൽ കൊടുത്തു. എ ഇൻറ്റു ബി 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ, അവയെ തമ്മിൽ ആഡ് ചെയ്യുന്നു അല്ലേ. മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ നമ്മൾ ആഡ് ചെയ്യാനാണ് പോകുന്നത്. 30 പ്ലസ് 20. 30 പ്ലസ് 20. 30 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ മുകളിൽ എത്രയായിരിക്കും? 600 ആണ് വരേണ്ടത്. താഴത്ത് 30 പ്ലസ് 20 ദാറ്റ് ഈസ് 50 ആണ് വരേണ്ടത്. മനസ്സിലായോ? ഇതിൽ നിന്ന് 2 0 മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ 0 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ ആണ്. ഇനി 60 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി അല്ലേ. 60 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 12 അല്ലേ. അപ്പൊ 12 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലേ. 30 മിനിറ്റും വേണ്ടി വന്നില്ല, 20 മിനിറ്റും വേണ്ടി വന്നില്ല. അവന്മാർ 12 മിനിറ്റിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ച് ഓപ്ഷൻ ഡി 12 മിനിറ്റിൽ നമ്മൾ ടാങ്ക് ഫില്ലാക്കി വിട്ടു. ഓക്കെ ആണ്. അപ്പൊ അതാണ് ലാഭം അല്ലേ. 12 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടാങ്ക് ഫില്ലായില്ല. അപ്പൊ അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എന്താണ് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ മക്കളെ? എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു സാഹചര്യം എല്ലായിടത്തും വന്നാലും എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്. A 2-digit number divided by another 2-digit number gives 6.125. Find the natural numbers that makes. എന്താണ്? ഒരു രണ്ടക്ക സംഖ്യ ഉണ്ടായിരുന്നേ. ഫോർ എക്സാമ്പിൾ ഒരു 25 ആണെന്ന് വിചാരിച്ചേ. മറ്റൊരു രണ്ടക്ക സംഖ്യ ഉണ്ടായിരുന്നു, ഒരു 13 ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹരിച്ചപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 6.125 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. എത്രയാണ്? 6.125 എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടിയത്.
അപ്പോൾ 25ഉം 13ഉം നമ്മൾ ഡിവൈഡ് ചെയ്താൽ 6.125 കിട്ടും? ഇല്ല, അത് ഞാൻ ചുമ്മാ കയ്യിൽ നിന്നിട്ട് നമ്പറാണ്, അതുകൊണ്ട് കിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ഓപ്ഷൻസിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ്, 74ഉം 12ഉം അവരെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിനെയും ചെറുതാക്കുക, അല്ലെങ്കിൽ 12ന്റെ ടേബിൾ എടുക്കേണ്ടി വരും അല്ലേ. 12നെയും 74നെയും ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കോമൺ ആയിട്ട് ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. 74ഉം ഒരു ഈവൺ നമ്പർ ആണ്, ഒരു ഇരട്ട സംഖ്യയാണ്, 12ഉം ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പം നേരെ പകുതിയാക്കാം. ഓക്കെ, 74നെ പകുതിയായി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 37 എന്ന് കിട്ടും അല്ലെ. 37 എന്ന് കിട്ടും. ഇനി അതിനുശേഷം 12നെ ചെറുതാക്കുമ്പോൾ 6 എന്ന് കിട്ടും. 37ഉം 6ഉം ഇനി ചെറുതാക്കാൻ പറ്റില്ല കേട്ടോ. 37 എന്തായി, ഒരു ഓഡ് നമ്പറായി മാറി, ഇനി ചെറുതാക്കാൻ പറ്റില്ല. ഓക്കെ, 37 ഡിവൈഡ് ബൈ 6 ചെയ്യാം. പിന്നെ അടുത്ത എന്താണ്, 86/14. സെയിം പരിപാടിയിൽ തന്നെ ഒന്നുകൂടി ചെറുതാക്കിയതിനു ശേഷം, സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഡിവൈഡ് ചെയ്യുക. 98/16 ചെയ്യാം, 98/12 ചെയ്യാം. ഏതിലാണ് നമുക്ക് ആൻസർ 6.125 കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ 4 നമ്പേഴ്സ് തന്നിരിക്കുന്ന 2 നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 6.125 എവിടെ കിട്ടുന്നോ അവിടെ നിർത്താം. എല്ലാത്തിലും 6 കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കിട്ടുന്ന നമ്പർ എല്ലാത്തിലും 6 ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മൊത്തം ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. 6.125 എവിടെ കിട്ടുന്നു അവിടെ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ ആണോ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. അയ്യോ സോറി, ക്ലാസ്സിലാന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, നമ്മളപ്പോൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് 2020-ലെയാണേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 2021-ലായിരുന്നു. 2021-നേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് 2020 മാത്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ എല്ലാ കൊല്ലവും ഒരുപോലത്തെ നമ്പർ ആയിരിക്കില്ല കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ പോലെ ഒരു 10 എണ്ണമാണ് ചോദിച്ചത് അല്ലേ. ഇപ്പോൾ നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ 10 ക്വസ്റ്റ്യനാണ് മുന്നേ ചോദിച്ചത്. അപ്പോൾ ഈ അടുത്ത ഇയറിലേക്ക് വരുമ്പോൾ ഒരു 11ഓ 12ഓ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 15 വരെയൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം കേട്ടോ. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 2020-ലെ ഏറ്റവും ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കിയേ, a rectangle has length 6 meters. അപ്പോൾ ലെങ്ത് എത്രയാണ്, 6 മീറ്റർ ഉണ്ട് നമ്മുടെ റെക്ടാങ്കിൾ അല്ലെ, ചതുരത്തിന്. ആൻഡ് ബ്രെഡ്ത്ത് 2 and 1/4. 2 1/4 അഥവാ 2.25 മീറ്റർ ആണ് അതിന് വീതി വന്നിരിക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 3/4 meters can be cut off from it. എന്താണ് പറയുന്നത്, ഈ ഒരു ചതുരത്തിൽ നിന്നും 3/4 മീറ്റർ നീളം വരുന്ന എത്ര സ്ക്വയേഴ്സ് നമുക്ക് മുറിച്ചെടുക്കാം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ എന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ 6 മീറ്റർ നീളവും 2.25 മീറ്റർ വീതിയുമുള്ള റെക്ടാങ്കിൾ ആണ് ഈ തന്നിരിക്കുന്നത്, ചതുരമാണ് ഈ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇനി ഇതിൽ നിന്നും 3/4 മീറ്റർ മാത്രം വീതി വരുന്ന കുഞ്ഞു സ്ക്വയേഴ്സ് നമുക്ക് മുറിച്ചെടുക്കണം. നമ്മളിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ച് വരുവാണ്. അപ്പോൾ എന്താണ് കറക്റ്റ്, 3/4 മീറ്റർ തന്നെ അതിന് എന്ത് വേണം, സൈഡിന്റെ നീളം വേണം അല്ലെ. ലെങ്ത് ഓഫ് ദ സൈഡ് 3/4 മീറ്റർ ആയിരിക്കണം. പിന്നെ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. 3/4 മീറ്റർ ഉള്ള എത്ര സ്ക്വയേഴ്സ് മുറിച്ചെടുക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തില്ലേ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ നിന്നും മൈനസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ബേസ് ആൾ അല്ലേ, അതിൽ നിന്നാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ് ഇവിടുത്തെ മെയിൻ ആള് എന്ന് പറയുന്നത്, മെയിൻ കക്ഷി പുള്ളിയാണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിളിനെ നമ്മൾ ഏരിയ ഓഫ് ദ സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഏരിയ ഓഫ് ദി സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ ആണോ. അതായത് ചതുരത്തിന്റെ പരപ്പളവിനെ നമ്മൾ സമചതുരത്തിന്റെ പരപ്പളവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം. നമുക്ക് നോക്കിയാലോ, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്, 6ഉം 2.5ഉം. എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്. എന്തായിരുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്. അപ്പോൾ എന്ത് ചെയ്യും, 6 × 2 1/4 ചെയ്യണം അല്ലേ. 6 × 2 1/4. 2 1/4 എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 6 × 9/4 എന്ന് വരും അല്ലേ. 6 × 9/4. അപ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതുവാണ്, 6 × 9/4. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു, എ സ്ക്വയർ വെച്ചിട്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് സ്ക്വയർ വെച്ചിട്ടായിരുന്നു നമ്മൾ ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. എവിടെയാണ്, എത്രയാണ് ഇവിടെ സൈഡിന്റെ നീളം, 3/4. 3/4 മീറ്റർ. 3/4 × 3/4. അപ്പോൾ എത്ര കിട്ടും, 3/4 × 3/4 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, 9/16. 3/3 അല്ല, 3/4 × 3/4. 3 × 3 9 ആണ്, 4 × 4 16 ആണ്. അപ്പോൾ നമുക്ക് താഴെ എഴുതാം 9/16 എഴുതാലോ. 9/16 എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ നോക്കൂ, മുകളിലും ഒരു ഫ്രാക്ഷൻ താഴെയും ഒരു ഫ്രാക്ഷൻ, രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മുകളിലത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. താഴത്തെ ഫ്രാക്ഷൻ 9/16 മുകളിലേക്ക് വരുമ്പോൾ എന്താ, റിവേഴ്സ് ആയിട്ട് വരും. 16/9 എന്നായിരിക്കും അവിടെ വരുന്നത് അല്ലേ. 16/9
ഇവിടെ നോക്കൂ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 9 കോമൺ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ എന്താണ് 16 ഉണ്ട് 4 ഉണ്ട്. 16/4 is equal to 16/4 എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ ബാക്കി ഇനി ആരൊക്കെ ഉണ്ട്? ഒരു 4 ഉണ്ട്, ഒരു 6 ഉണ്ട്. അപ്പൊ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാലോ. 6 × 4 24. 24 എന്തെങ്കിലും യൂണിറ്റ് ഇടാമോ? പാടില്ല. കാരണം എന്താ? എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സ്ക്വയേഴ്സ് മുറിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര സ്ക്വയേഴ്സ് മുറിച്ചെടുക്കാം മക്കളെ? 24ഓളം സ്ക്വയേഴ്സ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷനിലെ ഏറ്റവും വലിയ നമ്പർ ആണല്ലേ അത്. ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുതാണ് ഓപ്ഷൻ ഡി, 24 എന്ന് പറയുന്ന നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കിളിനെ ഏരിയ ഓഫ് ദ സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? 5/5. 5ന്റെ പവർ 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു 5 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, 1 2 3 4 5 5 പ്രാവശ്യം അവയെ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ 5 വെച്ച് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് ഇങ്ങനെ പറയാലോ, 5 × 5⁵5. കുഴപ്പമുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ? അതായത് 5⁵5നെ 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് പകരം 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ 2 + 2 + 2 + 2 എത്ര കിട്ടി? 2 4 പ്രാവശ്യം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഇത് തന്നെയല്ലേ നമ്മൾ 2 × 4 ചെയ്താലും കിട്ടുന്നത്. ഓക്കെ ആണ്. എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തു? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിനെ 2 × 4 ചെയ്താൽ നമുക്ക് 8 കിട്ടുന്നത് പോലെ 5/5 നമ്മൾ 5 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 5/5നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആണല്ലോ. യെസ്. ഡിവൈഡഡ് ബൈ താഴത്തെ 5. അപ്പോൾ മുകളിലും താഴെയും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ട് ഒരു 5 വന്നതുകൊണ്ട് അവനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ആൻസർ അപ്പോൾ ആരായിട്ട് വരും? 5/5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഫോമിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. യെസ്, പവർ ആയിട്ട് തന്നെയാണ് നമ്പർ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി 5/5 എന്ന് മാത്രം എഴുതിയാൽ മതി. അത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ ആണ്. അപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ചിലർ ചെയ്യും 5/5ന്റെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ ഓപ്ഷൻസിൽ ഇതില്ല അല്ലേ. 5/5 എന്ന് പറയുന്ന ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും സമയം വേസ്റ്റ് ആയി. മനസ്സിലായോ? അപ്പൊ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും സിംപ്ലസ്റ്റ് വേയിലൂടെ എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ആദ്യം തന്നെ പറയാനുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പറയാം. യെസ്, ഇഫ് 12040A എന്താണ് നമ്പർ? 12 ഉണ്ട് 0 40 A. ഇതാണ് ഒരു നമ്പർ തന്നിരിക്കുന്നത്. ഇസ് എ 6-digit പെർഫെക്റ്റ് സ്ക്വയർ. ഇത് ഒരു 6 ഡിജിറ്റ് ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതെങ്കിലും 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സംഖ്യ എന്നല്ല, ഏതെങ്കിലും 2 ഒരേപോലെയുള്ള സംഖ്യകൾ അല്ലേ. ഇപ്പൊ നമുക്കറിയാം 1 × 1 1 ആണ്, 2 × 2 4 ആണ്, 3 × 3 9 ആണ്. അവയുടെ അതിന്റെ സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല. ഇപ്പൊ 1 4 9 16 25 36 49 എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു സീരീസ് എല്ലാവരും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പർ, ഈ തന്നിരിക്കുന്ന 6 അക്ക സംഖ്യ, 6 എന്താ പറയാ സംഖ്യകൾ ഉണ്ടല്ലോ ഇതിനകത്ത്, ഈ 6 അക്ക സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is the digit at the place of A? A എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ഡിജിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. A എന്ന് പറയുന്ന ആ ഡിജിറ്റ് അത് ശരിക്കും A എന്ന് പറയുന്ന അവിടെ A ആണോ? അല്ല, ഒരു നമ്പറാണ് നമുക്ക് അവിടെ ഇടേണ്ടത്. അത് ഏത് നമ്പറാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഒരു പൂർണ്ണവർഗത്തിന്റെ സ്ക്വയർ, ഒരു പൂർണ്ണവർഗത്തിന്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാൻ നിങ്ങൾ. അതിനകത്ത് കിട്ടുന്ന ആൻസർ എപ്പോഴും 1 9 4 അല്ലെങ്കിൽ 7 ഈ പറയുന്ന 4 നമ്പേഴ്സ് അല്ലാതെ മറ്റൊരു നമ്പർ അവിടെ കിട്ടാൻ വഴിയില്ല. ഓക്കെ ആണോ? എന്താണ്? ഇപ്പൊ നമ്മൾ 16 എടുത്തു, 25 എടുത്തു, 36 എടുത്തു, 49 എടുത്തു. ഇതെല്ലാം നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. അതിനകത്ത് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 1 9 4 7. ഈ 4 നമ്പർ അല്ലാതെ മറ്റൊരു നമ്പർ അതിനകത്ത് കിട്ടില്ല. ഓക്കെ, അപ്പൊ കുറച്ച് പേര് പറയും മിസ് 9 + 4 ചെയ്തപ്പോൾ 13 ആണല്ലോ കിട്ടിയത്. അതല്ല മക്കളെ, അതിനെ ഒറ്റക്കത്തിലേക്ക് മാറണം. 3 + 1 ചെയ്യാം. 1 + 3 ചെയ്ത് അതിനെ 4 ആക്കി മാറ്റാം. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ആലോചിക്കാൻ വഴിയുണ്ട്. ഓക്കെ, 1 + 3 ചെയ്ത് അതിനെ 4 ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് ഇവിടെ 4 കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പൊ അത് എന്ത് ചെയ്താലും അതിനകത്ത് സമ്മ് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന 1 9 4 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് നമ്മളൊന്ന് കൂട്ടി നോക്കാം. യെസ്, നോക്കി 1 ഉണ്ട്, 1 പ്ലസ്, പിന്നെ 2 ഉണ്ട്,
പിന്നെ 0 ആണുള്ളത്, പിന്നെ ഒരു 4 ഉണ്ട്, പിന്നെ ഒരു 0 ഉണ്ട്, പിന്നെ ഒരു A ഉണ്ട് അല്ലേ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് മാത്രം ഒന്ന് കൂട്ടി വെക്കാം. A അവിടെ നിൽക്കട്ടെ, A നമുക്ക് അറിയില്ലല്ലോ, അത് കണ്ടുപിടിക്കണമല്ലോ. യെസ്, ആദ്യം 1 + 2 3 ആണ്, 3 + 4 7 ആണ്. 0ന് പിന്നെ വിലയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. 7 + A = എത്രയാണ് നമുക്ക് അറിയാൻ പാടില്ല. സം എത്ര വരുന്നു ഈ പറയുന്ന 4 സമ്മിൽ, അതായത് 1 ആണോ 9 ആണോ 4 ആണോ 7 ആണോ സമ്മ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമ്മളൊന്ന് ഊഹിച്ചെടുക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ ഒരു യുക്തിപൂർവ്വം അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് ഇവിടെ സമ്മ് എവിടെ വരെ വന്നു? 7 + ഏതോ ഒരു നമ്പർ കൂടി നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. അതായത് ഈ നമ്പേഴ്സിന്റെ തുക എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 7 വരെ എത്തി അദ്ദേഹം അല്ലെ. ഇനി ഒരു ചെറിയൊരു നമ്പർ കൂടി ആഡ് ചെയ്താൽ അടുത്ത ആളിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ 1 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 7 കഴിഞ്ഞു, തുക എത്തി അല്ലെ. അതായത് സമ്മ് 7 വരെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഇനി ആര് വരെ എത്താം? ഇനി ആരാകാം അദ്ദേഹം? 9 ആകാൻ സാധ്യതയുണ്ടല്ലേ. ആ സമ്മ് 9 ആകാൻ സാധ്യതയുണ്ട് എന്നല്ല, 9 ആണ് നമ്മുടെ സമ്മായിട്ട് കിട്ടേണ്ടത്. കാരണം 7 വരെ എത്തി തുക, ഇനി 9 അല്ലേ അടുത്തതുള്ളൂ. യെസ്, അപ്പൊ 7 + A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടണമെങ്കിൽ A എത്രയായിരിക്കും മക്കളെ? ഈ 9ൽ നിന്ന് ഈ 7 കുറച്ചാൽ മതി. 9 - 7 എന്ന് പറയുമ്പോൾ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. സോ ആൻസർ A 2 ഉണ്ടോ? യെസ്, ഓപ്ഷൻ A 2 നമ്മുടെ ക്വസ്റ്റ്യനിൽ ദേ കിടക്കുന്നു അല്ലേ. A എന്ന് പറയുമ്പോൾ ഓപ്ഷൻ A 2 തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്, അതാണ് നമ്മുടെ 13ാമത്തെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ പഠിച്ചു വെച്ചേക്കാം. സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഒരു പൂർണ്ണ വർഗത്തിന്റെ തുകകളുടെ അല്ലെങ്കിൽ എന്താ പറയാ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1, 9, 4 അല്ലെങ്കിൽ 7. എന്താണ് ഒരു പൂർണ്ണ വർഗത്തിലെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്? 1, 9, 4, 7 എന്നല്ലാതെ മറ്റൊരു സംഖ്യ വരില്ല. ഈ 4 സംഖ്യകൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുമ്പോഴോ ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 14ാമത്തേല് നോക്കിക്കേ, എന്താണ് 14ാമത്തേൽ പറയുന്നത് നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ് ബൈ 50%. അപ്പോൾ ഒരു റെക്ടാംഗിൾ ഉണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ചതുരം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാവപ്പെട്ട ചതുരത്തിന്റെ ലെങ്ത് 50% കൂടിയെന്നാണ് പറയുന്നത്. അതായത് ലെങ്ത് ഇങ്ങനെ ഇങ്ങോട്ട് കൂടി. ഓക്കെ ആണല്ലോ. ഇനി ബ്രെഡ് എന്താണ് സംഭവിച്ചത് നോക്കിയേ. ആൻഡ് ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ 50% എന്നാണ് പറയുന്നത്. 50% എന്താണ്? ബ്രെഡ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രെഡ് ഇങ്ങോട്ടേക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ ചെറുതായി മാറി അല്ലെ, ബ്രെഡ് ചെറുതായി മാറി. അതായത് ബ്രെഡ് ഇപ്പൊ ഇത്രേ ഉള്ളൂ, പക്ഷെ ലെങ്ത് കൂടി. ഇതാണ് ഇപ്പൊ നമ്മുടെ പുതിയ റെക്ടാംഗിൾ. ബ്രെഡ് കുറഞ്ഞു, ലെങ്ത് കൂടി, വീതി കുറഞ്ഞു, നീളം കൂടി എന്നാണ് പറയുന്നത്. വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് ഏരിയ? അതിന്റെ പരപ്പളവിന് എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. എന്താണ് അതിന്റെ പരപ്പളവിന്, ഏരിയക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഏരിയയിൽ മാറ്റം ഉണ്ടാവുമല്ലോ, പരപ്പളവിൽ എന്തായാലും മാറ്റം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ A വരില്ല. അത് നമുക്ക് ഇപ്പോഴേ മനസ്സിലായി. വിൽ നോട്ട് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്തായാലും വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. യെസ്, നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് 50% ഇൻക്രീസ് ചെയ്തു, ലെങ്ത് 50% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു സംഗതി 50% കൂടി, എപ്പോഴും നമ്മൾ ശതമാനം 100ന്റെ കണക്കിലാണ് എടുക്കുക അല്ലെ. അപ്പൊ 50 കൂടി എന്ന് പറയുമ്പോൾ 100 + 50 അത് എന്തായി മാറിയപ്പോ 150 ആയി മാറി. 150/100 ആയി മാറി. 150% എന്ത് മാറി? ലെങ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് ലെങ്ത് 150% കൂടിയിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ 50% കൂടിയപ്പോൾ അത് 150 മാറി എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ലെങ്ത്തിന് എത്ര മാറ്റം സംഭവിച്ചു? 150/100 എന്ന് എഴുതിയാൽ ബ്രെഡിന് നമുക്ക് അപ്പൊ എത്ര മാറ്റമാണ് സംഭവിച്ചത്? 100ൽ നിന്നും 50 കുറയുകയാണ് ചെയ്തത് അല്ലെ. 100ൽ നിന്നും 50 കുറഞ്ഞു. അപ്പൊ ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി നമുക്കിനി 50 ആണുള്ളത്. യെസ്, 50/100. നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാം. യെസ്, L × 0 കട്ട് ചെയ്തു, മുകളിൽ 15/10 എന്ന് പറയുമ്പോൾ 3/2 ഫോമിലേക്ക് മാറി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ B × ഇവിടെ 2 0 കട്ട് ചെയ്താൽ 5/10, 5 ഒരു പ്രാവശ്യം, 10 2 പ്രാവശ്യം. അപ്പൊ എന്തായി മാറി? L × 3/2 B × 1/2 എന്നായി മാറി. നമുക്ക് എന്ത്? പുതിയ ലെങ്ത്തും ബ്രെഡും ആണല്ലോ. പുതിയ ലെങ്ത്തും ബ്രെഡും നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ന്യൂ ഏരിയ, പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിനെയും ബ്രെഡിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ലെങ്ത് എന്ന് പറയുന്നത് L × 3/2 ആണ്, ബ്രെഡ് എന്ന് പറയുന്നത് B × 1/2 ആണ്. അപ്പോൾ L × 3/2 B × 1/2 നമുക്ക് LV ഒന്നിച്ചെടുക്കാം. നമ്പേഴ്സിനെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3/4 എന്ന് കിട്ടി ആണല്ലോ. എന്താണ്? 3/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി പഴയ ഏരിയ എന്തായിരിക്കും?
ഓൾഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലിനും ബിയിലും എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലും ബിയും അതുപോലെ തന്നെ തുടരുകയായിരുന്നു. എൽ ബി അതുപോലെ തന്നെ തുടരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായ വ്യത്യാസം എത്രയാണ് മക്കളെ? ഇവിടെ ഉണ്ടായ വ്യത്യാസം എത്രയാണ്? എൽ ബി 3/4 എൽ ബിയും. അവിടെ ഉണ്ടായ മാറ്റം എത്രയാണ്? 3/4. എത്രയാണ്? 3/4ന്റെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഭാഗമാണ് എന്ന് നമുക്ക് അറിയാം അല്ലെ. 3/4 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ, നമ്മൾ നോർമലി പറയുമ്പോൾ അത് എത്രയാണ്? 1/4 ഭാഗമാണ് എന്ന് അറിയാം. പക്ഷെ അതിനെ എന്തിലേക്ക് മാറ്റണം? നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ നമ്മൾ അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 300/4 ചെയ്യാം. 300/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 75 എന്ന് കിട്ടുന്നു. എത്രയാണ് കിട്ടുന്നത്? 75% എന്ന് കിട്ടുന്നു. അപ്പൊ എന്താണ്? 100% ഉണ്ടായിരുന്ന ഏരിയ ഇപ്പോൾ 75% എന്ന് പറഞ്ഞാൽ എത്രയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? 25% കുറവ് വന്നു. എത്രയാണ്? 25% കുറവ് വന്നു. മനസ്സിലായില്ലേ? എൽ ബി 3/4, പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന എൽ ബി ആണ്. അപ്പൊ അവർ തമ്മിലുണ്ടായ വ്യത്യാസം 3/4 ആണെന്ന് മനസ്സിലായി. അതായത് 3/4 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3/4 എന്ന് പറയുമ്പോൾ 75%. 75% ഇപ്പോൾ ഉള്ളത്. നേരത്തെ 100% ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ വ്യത്യാസം വന്നു? 25%ന്റെ കുറവ് വന്നു. അപ്പൊ ഏത് ഓപ്ഷനാണ്? വിൽ ഡിക്രീസ് ബൈ 25% എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? യെസ്. ഓക്കെ, നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ് നമ്മൾ. ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ PQR ആർ 6, 8 and 10. ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ, ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. PQR എത്രയൊക്കെയാണ് സൈഡ്? 6, 8, 10 ആണല്ലോ. ഇനി QA is the perpendicular from the right angled vertex to its ഓപ്പോസിറ്റ് സൈഡ്. നോക്കി, QA എന്ന് പറയുന്നത് നേരത്തെ ലംബമായിട്ട് നമ്മുടെ PR-ൽ ചെന്ന് മുട്ടിയിരിക്കുന്ന ഒരു ലൈനാണ് അല്ലേ? ലംബമായിട്ട് നമ്മുടെ എന്തിനെയാണ്? നമ്മുടെ PR-ലേക്ക് ചെന്ന് എന്താ പറയുക, വരച്ചിരിക്കുന്ന ഒരു ലൈനാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് QA? ഈ പറയുന്ന QA-യുടെ നീളം എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ PQR എന്ന് പറയുന്ന ഈ ഒരു ട്രയാംഗിളിന്റെ ഏരിയ ആണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 8, 6, 10. ഓക്കെ ആണല്ലോ. PQR എല്ലാം എടുത്തെഴുതി നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാംഗിൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി എഴുതിയ ട്രയാംഗിൾ PQR. അപ്പൊ എന്താണ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് അറിയണോ അല്ലേ? ഹാഫ് BH ആണ് നമ്മുടെ ഏരിയയുടെ ട്രയാംഗിളിന്റെ ഇക്വേഷൻ. ട്രയാംഗിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ വരുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ബേസ് പാദമായിട്ട് എടുക്കേണ്ടത് ആരെയാണ്? QR-നെയാണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നത്. QR ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? PQ അല്ലെ? ആ ബേസിലേക്ക് വരച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്നും വരച്ചിരിക്കുന്ന ലൈനാണ് ഹൈറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ ഹൈറ്റ് എത്രയായിരിക്കും? PQ ആയിരിക്കും അല്ലേ വരേണ്ടത്. സോ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു QR എത്രയാണ്? 6 ഇൻറ്റു PQ എത്രയാണ്? 8 ആണ് അല്ലേ? നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? 8/2 4 എടുക്കാം അല്ലേ? അപ്പൊ 6 × 4 ദാറ്റ് ഈസ് 24 cm² എന്ന് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റത്തെ PQR-ന്റെ ഏരിയ കിട്ടുന്നു. 24 cm². ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മുടെ ആരുടെ വരവ് വരുന്നത്? QA-യുടെ വരവ്. യെസ്, പുള്ളി വരുവാണ്. QA നമ്മുടെ ഇതിനകത്തേക്ക് എൻ്റർ ആവുകയാണ്. QA-യുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ. നമ്മൾ അടുത്തത് പുതിയ ആളെ കണ്ടുപിടിക്കാൻ പോവാണേ. ഏരിയ ഓഫ് ട്രയാംഗിൾ നമ്മുടെ അടുത്ത ട്രയാംഗിളിൽ പിടിക്കും. നമ്മുടെ ട്രയാംഗിൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ആളല്ലേ, AQR എന്ന് പറയുന്ന നമ്മുടെ പുതിയ ട്രയാംഗിളിനെ പിടിക്കാൻ പോവാണ്. സോറി, AQR എന്ന് പറയുന്ന പുതിയ ട്രയാംഗിൾ അല്ല, നമ്മുടെ ട്രയാംഗിൾ PQR തന്നെയാണ്. സോറി, PQR തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റും ബേസ് നമ്മൾ മാറ്റി കൊടുക്കും. ഓക്കെ, എന്താണ് ഹൈറ്റും ബേസ് നമ്മൾ മാറ്റി കൊടുക്കും. നമുക്കിപ്പോൾ അറിയാം ഏരിയ എത്രയാണ് നമുക്ക് അറിയാലോ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. ഏരിയ എത്രയാണ്? 24 ആണ് ഏരിയ എന്നുള്ള കാര്യം നമുക്കറിയാം. ഹാഫ് ഇൻറ്റു നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ബേസ് എന്ന് പറയുന്നത് PR ആണ്. എന്താണ് ബേസ്? നമ്മൾ എന്താക്കി കൊടുക്കുന്നു? PR-നെയാണ് നമ്മൾ ഇനി ബേസ് ആക്കി കൊടുക്കുന്നത്. അപ്പൊ ഹൈറ്റ് എന്തായിരിക്കണം? ബേസിലേക്ക് ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന വരെയാണ് നമ്മുടെ ട്രയാംഗിളിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഉയരമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഉയരം എന്തായിരിക്കണം? ഇതാണ് നമ്മുടെ ബേസ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് മക്കളെ? QA ആണല്ലേ. അതാണ് നമ്മുടെ ടെക്നിക്ക്. QA എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, QA ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാലോ. 24 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു PR-ന്റെ നീളം തന്നിട്ടുണ്ട് 10 ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു QA. ഓക്കെ, യെസ്. അപ്പോൾ 24 ഈസ് ഈക്വൽ ടു 10/2 ചെയ്യുക, 5 കിട്ടും. 5 ഇൻറ്റു QA. നമ്മൾ എന്ത് ചെയ്യും? QA കണ്ടുപിടിക്കാൻ ഈ 5-നെ തൊട്ടിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷനായി മാറുന്നു. സോ QA ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 5. പോയിന്റ് വരും കേട്ടോ, ഡെസിമൽ വരുന്ന ഒരു സംഖ്യയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. 4.8 സെന്റിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. എത്രയാണ്? 4.
8 4.8 സെന്റിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നോക്കിക്കേ 4.8 ഉണ്ടോന്ന്? യെസ്, ഓപ്ഷൻ സി 4.8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുവാണ്. 16ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ കിടക്കുവാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 100 ആൻഡ് ദിയർ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് 5. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ, എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചേ. തന്നിരിക്കുന്നത് എന്താണ്? രണ്ട് സംഖ്യകളുടെ ചെറു പൊതു ഗുണിതം എന്ന് പറയുന്നത് 100 ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 100 ആണ്. വൻ പൊതു ഘടകം ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. 100ഉം 5. അപ്പൊ ഞാനൊന്ന് എടുത്ത് എഴുതാം. LCM ആണ് ഈ തന്നിരിക്കുന്ന 100 ആണല്ലോ. പിന്നീട് HCF ആണ് ഈ തന്നിരിക്കുന്ന 5. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? ഏതാണോ നമ്പേഴ്സ്, നമുക്ക് നമ്പർ ഏതാണെന്ന് അറിയില്ല, ഏതോ രണ്ട് നമ്പേഴ്സിന്റെ HCF 5ഉം LCM 100ഉം ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ നമ്പേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല മക്കളെ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ LCMന്റെയും HCFന്റെയും പ്രൊഡക്റ്റ് എടുത്താൽ മാത്രം മതി. എന്തുമതി? LCMന്റെയും HCFന്റെയും പ്രൊഡക്റ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 100 into 5. എത്രയാണ് ഇപ്പൊ 100 into 5 ചെയ്യുമ്പോൾ കിട്ടുന്നത്? 500. ഓപ്ഷൻ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി 500 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. മനസ്സിലായോ? പിടി കിട്ടിയോ? അപ്പൊ രണ്ട് നമ്പേഴ്സ് തന്നിട്ടില്ല, ആ നമ്പേഴ്സിന്റെ HCFും LCMും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ്, ആ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? യെസ്. നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? A 200 meters long train takes 10 seconds to pass a vertical pole. Okay, what is the speed of the train in kilometer per hour? അപ്പോൾ നമ്മൾ സ്പീഡിന്റെ ഇക്വേഷൻ പഠിക്കണേ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കടന്നു പോയ ദൂരത്തെ സമയം വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡിന്റെ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 200 മീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 200 മീറ്റർ ആണ്. ഓക്കെ. പിന്നീട് 10 സെക്കൻഡ്സ് ആണ് ഒരു പോസ്റ്റിനെ കടന്നു പോകാനായിട്ട് അവരെടുത്ത സമയം 10 സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയാണ് മക്കളെ? 10 സെക്കൻഡ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറുമായിരിക്കും നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതായത് മീറ്ററിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡിലായിരിക്കും ടൈം വരുന്നത്, കിലോമീറ്ററിലാണ് നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെങ്കിൽ അവറിലായിരിക്കും ടൈം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 200 മീറ്ററും ടൈം 10 സെക്കൻഡ്സും ആണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് എത്രയായിരിക്കും? 200 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. പക്ഷെ ചോദ്യം എന്താണ് മക്കളെ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ? അവയെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ അതിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം, ഈ തന്നിരിക്കുന്ന ഇപ്പൊ കിട്ടിയ സ്പീഡിനെ ഇൻറ്റു 18/5 ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 18/5 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? എന്താണ്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ കയ്യിലുണ്ടല്ലേ. 20 ഇൻറ്റു 18/5 ചെയ്താൽ പോരെ? നമ്മുടെ ആൻസർ കിട്ടൂലേ? 20ഉം 5ഉം 4 ആണല്ലേ? നമുക്കറിയാം 4 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 18 ഇൻറ്റു 4 ചെയ്താൽ മതി. 18 ഇൻറ്റു 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അതിനെ കിലോമീറ്റർ പെർ അവറിൽ സൂചിപ്പിക്കുമ്പോൾ എത്രയാണ് ആൻസർ? 72 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിനെടുക്കുന്ന സ്പീഡ്. ക്ലിയർ ആണോ? അതായത് 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ എന്നുള്ള രീതിക്ക്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചേക്കാട്ടെ എല്ലാവരും. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ ഇൻറ്റു 18/5 ചെയ്യണം എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 10, 30, 41. ഏതോ ഒരു സംഖ്യയുടെ വർഗം, ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 10, 30, 41 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? ഈ നമ്പറിന്റെ ഇരട്ടിയുടെ സ്ക്വയർ എത്രയാണ്? അതായത് ഇപ്പോൾ 2ന്റെ സ്ക്വയർ 4 ആണ് എന്ന് പറയുന്ന പോലെ 2ന്റെ ഇരട്ടി എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി ആ നമ്പറിന്റെ ഇരട്ടിയുടെ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ബാ, നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ സ്ക്വയർ, ഏതോ ഒരു നമ്പർ ആണ്, നമുക്കറിയില്ല. ആ നമ്പറിന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 10, 30, 41 ആണല്ലോ. 10,
30, 41. അപ്പോൾ നമ്പർ എത്രയായിരിക്കും? നമുക്കറിയാം നമ്പർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10, 30, 41 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി ഇതിന്റെ ഇരട്ടി എടുക്കുന്നു, ഡബിൾ. ഈ നമ്പറിന്റെ ഇരട്ടിയുടെ സ്ക്വയർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇൻറ്റു നമ്പർ, ഇരട്ടിയാണ് കൊടുക്കുക, നമ്മൾ എന്ത് ചെയ്യും? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, തൊട്ടപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? ആ ട്വൈസ് ചെയ്തിട്ട് വീണ്ടും സ്ക്വയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം 2 ഇൻറ്റു 10, 30, 41. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവയുടെ സ്ക്വയർ എടുക്കുന്നു. അതായത് ഈ ഇരട്ടി എടുത്ത നമ്പറിന്റെ സ്ക്വയർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇരട്ടി എടുത്ത സംഖ്യയുടെ സ്ക്വയർ എത്രയാണ്? അപ്പം നമ്മൾ അവിടെയും എന്ത് തന്നെ ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അവിടെയും ഇതേ പരിപാടി തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ചെയ്തു പോവാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 2n² ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2ന്റെയും സ്ക്വയർ എടുക്കണം, √103441ന്റെയും സ്ക്വയർ എടുക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 10, 30, 41 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2. അതിൻ്റെ റൂട്ട് എടുത്താൽ 2 തന്നെയാണ് കിട്ടേണ്ടത് കേട്ടോ മക്കളെ. അതേ സെയിം നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്ര തന്നെയായിരിക്കും? 10, 30, 41 എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. 41, 21, 64. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കത് കിട്ടും. ഓക്കെ ആണല്ലോ. 41, 21, 64 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? ഇനി നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. വാട്ട് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നോക്കി, ഇതിനകത്ത് മൊത്തം ഒരു സർക്കിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്രയാണ് മക്കളെ? 360 ഡിഗ്രി ആണ് അല്ലേ. അതിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയാണ്? നോൺ ഷെയ്ഡഡ് എത്രയാണ്? നോൺ ഷെയ്ഡഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, 100 ഡിഗ്രിയാണ് നോൺ ഷെയ്ഡഡ് അല്ലേ. കാരണം റെഡ് കളർ അവിടെ വന്നിട്ടില്ല, അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അല്ലേ. 100 ഡിഗ്രി. അപ്പോൾ ഷെയ്ഡഡ് എത്രയായിരിക്കും? ഷെയ്ഡഡ് എത്രയായിരിക്കണം? 360ൽ നിന്നും 100 ഡിഗ്രി കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ്? 260 ഡിഗ്രി എന്ന് കിട്ടുന്നു. therefore part is equal to, അപ്പോൾ എത്ര ഭാഗമായിരിക്കണം? മൊത്തം 360 ഭാഗത്തിൽ 260ഉം നമ്മൾ എന്ത് ചെയ്തേക്കുക? ഷെയ്ഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ 260 ഡിവൈഡ് ബൈ 360 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ 2 0 കട്ട് ചെയ്ത് കളഞ്ഞു. 13 ഇതിനെ ചെറുതാക്കുവാണെങ്കിൽ നമ്മൾ 26നെയും 36നെയും ചെറുതാക്കുമ്പോൾ 13/18 എന്നാണ് നമുക്ക് കിട്ടുക. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 13/18. യെസ്, ഓപ്ഷൻ എ. ഇതിനകത്ത് മറ്റൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യത, നിങ്ങൾ 5/18 എഴുതാനും സാധ്യതയുണ്ട്. അതെന്താണ്? അത് നോൺ ഷെയ്ഡഡ് ആണ് കേട്ടോ. നോൺ ഷെയ്ഡഡ് ആണ് 5/18 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡഡ് റീജിയന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ? 20ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ലിവിംഗ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5, 6, 7, 8. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഓരോ നമ്പേഴ്സും ഇല്ലേ മക്കളെ, അതിന് ഓരോന്നിനെയും 5, 6, 7, 8 ഇവ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് റിമൈൻഡർ 1 വരുന്ന, ഇതിനകത്ത് ഏതാണ് 1 വരുന്ന ഒരു നമ്പർ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണോ? നമുക്ക് ആൻസർ ഞാനൊന്ന് പറഞ്ഞേക്കാം. ആൻസർ ഓപ്ഷൻ സി 841 ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വരുന്നു. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിയാലോ. യെസ്, ഗോപാലൻ ആൻഡ് ഉസ്മാൻ ഡിവൈഡഡ് ദ എമൗണ്ട് ഇൻ ദ റേഷ്യോ 5:3. നമ്മുടെ റേഷ്യോയുടെ ചാപ്റ്റർ ആണ്. 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ അവർ ഏതോ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി എന്താണ് ചോദ്യം? ഇഫ് ഗോപാലൻ ഗോട്ട് 300 rupees മോർ, അത് ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ഗോപാലിന് 300 രൂപ കൂടുതൽ കിട്ടിയാൽ വാട്ട് എമൗണ്ട് ഡിഡ് ദേ ഡിവൈഡ്? അവർ ഡിവൈഡ് ചെയ്ത എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗോപാലനും ഉസ്മാനും തമ്മിലുള്ള റേഷ്യോ ആണ് എത്ര? 5:3 ആണല്ലോ. ഗോപാലൻ ഈസ് ടു ഉസ്മാൻ 5:3 എന്ന് എഴുതാം. അപ്പോൾ ഗോപാലന് 5x കിട്ടിയാൽ ഉസ്മാന് കിട്ടിയത് എത്രയായിരിക്കും? 3x ആയിരിക്കും അല്ലേ. 3x ആയിരിക്കണം ആണല്ലോ. ഇനി ഇവർക്ക് ഗോപാലന് ഉസ്മാനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി? 300 രൂപ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അതായത് 5x കിട്ടിയ ഗോപാലനും 3x കിട്ടിയ ഉസ്മാനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഈ 300 രൂപയാണ്.
അല്ലേ? അതായത് 2x ഈസ് ഈക്വൽ ടു 300 ആണ് എന്ന് മനസ്സിലായി. x ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഈ 2വിനെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും? 150 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ എമൗണ്ട് ഡിവൈഡഡ് ബൈ ദം, അല്ലെ? എത്ര എമൗണ്ട് ആണ് അവർ ഡിവൈഡ് ചെയ്തെടുത്തത്? ടോട്ടൽ എമൗണ്ട് ആണ് നമ്മുടെ ചോദ്യം. അതായത് 5x plus 3x ഈ റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്തത്, അതായത് 8x ആണ് ടോട്ടൽ എമൗണ്ട്. Therefore total amount is equal to 8x, that is equal to 8 into 150 ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. എത്രയാണ് നമുക്ക് നോക്കാം? 0 0 12. യെസ്, 1200 രൂപയാണ് നമുക്ക് ഇവർ രണ്ടുപേരും മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തെടുത്ത തുക. അപ്പോൾ 1200 ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 1200. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മക്കളെ തെറ്റിച്ച് വെക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് ഇച്ചിരി കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എ മാൻ സേവ്സ് 10% ഓഫ് ഹിസ് ഏർണിംഗ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് 20% ഓഫ് ഹിസ് സേവിങ്സ് ഇൻ എ ബാങ്ക്. എന്താണ് പറയുന്നത്? ഒരാള് അദ്ദേഹത്തിന്റെ 10%-ഓളം ഏർണിങ്സ് എന്ത് ചെയ്യുന്നു? മാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? അയാൾക്ക് ഇപ്പോൾ 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 100 ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, 10% കിട്ടും. 10 രൂപ അയാൾ ഏൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ആൻഡ് ഡെപ്പോസിറ്റ് 20% ഓഫ് ദ സേവിങ്സ് ഇൻ എ ബാങ്ക്. ഇയാൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന 10%-ൽ നിന്നും 20% പുള്ളി എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി നിസ്സാരക്കാരനല്ല അല്ലേ? യെസ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്രയാണ് പുള്ളിയുടെ ഏർണിങ്സ്, എത്ര എടുക്കാം നോക്കാം. ഏർണിങ്സ് പുള്ളിക്ക് കിട്ടുന്ന തുക നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്, വരുമാനത്തെ എക്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാണ്? സേവിങ്സ് എത്രയാണ്? ഹി സേവ്സ് 10% ഓഫ് ഹിസ് ഏർണിങ്സ്. ഏർണിങ്സിന്റെ 10% പുള്ളി എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഡെപ്പോസിറ്റ് നോക്കിയാലോ? ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എത്രയാണ്? നിക്ഷേപിക്കുന്നത് എത്രയാണ്? ഡെപ്പോസിറ്റ് എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് 20% ഓഫ് ദ സേവിങ്സ്. ഈ പറയുന്ന സേവിങ്സിന്റെ 20% ആണ് കേട്ടോ. അതായത് എക്സ് ഇൻറ്റു 10% ഓൾറെഡി പുള്ളി സേവ് ചെയ്യുന്നുണ്ട്, അതിന്റെ 20% പുള്ളി എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു. ചോദ്യം എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് ഹിസ് ടോട്ടൽ ഏർണിംഗ്സ് ഡിസ് ഹി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. മൊത്തം ഏർണിംഗ്സിന്റെ എത്ര ശതമാനം പുള്ളി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെയാണ്, മൊത്തം എത്ര ഏർണിംഗ്സിന്റെ എത്ര ഭാഗം പുള്ളി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം കേട്ടോ. സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 10ഉം 10ഉം കട്ടായി പോയി x/10 എന്ന് കിട്ടി ആണല്ലോ. ഇനി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ഡെപ്പോസിറ്റ് ആദ്യം x/10 നമുക്കിവിടെ കിട്ടി ഇൻറ്റു 20/100 ഉണ്ട്. 20/100 20/100ൽ 0 മുകളിൽ നിന്നും താഴെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 20/2/10 എന്ന് കിട്ടും അല്ലേ? നമ്മൾ മുകളിൽ ഇവിടുന്ന് താഴെ നിന്ന്. യെസ്, നമുക്ക് മൊത്തത്തിൽ ആദ്യം തൊട്ടൊന്നുകൂടി ചെയ്യാം. x ഇൻറ്റു 10/100 ഇൻറ്റു 20/100 നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, 0 0 0 0 എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? യെസ്, നമ്മൾ സേവിങ്സ് എക്സ് ഇൻറ്റു 10/100ന്റെ 20/100 എടുക്കുമ്പോൾ മുകളിൽ നിന്നൊരു 0, താഴ്ത്തുന്നൊരു 0, ഇപ്പുറത്തുനിന്നൊരു 0, ഇപ്പുറത്തുനിന്നൊരു 0. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 2/100 എന്ന് നമുക്ക് കിട്ടും ആണല്ലോ. അത് ഇവിടെ 10 × 10 ആണ് 100 കിട്ടുന്നത്, മുകളിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 2/100 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏർണിംഗ്സിന്റെ വാട്ട് പെർസെന്റേജ് ഓഫ് ഹിസ് ടോട്ടൽ ഏർണിംഗ്സ് ഡസ് ഹി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. അതായത് മൊത്തം ഏർണിംഗ്സ് ആണ് നമുക്ക് സബ്, അതായത് ഏറ്റവും താഴെ വരേണ്ടത്. ആ ഏർണിംഗ്സിന്റെ എത്ര ശതമാനം പുള്ളി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏർണിംഗ്സ് താഴെ വരണം, മുകളിൽ ഡെപ്പോസിറ്റ്സ് ഇൻറ്റു 100 എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണോ? ഡെപ്പോസിറ്റ് എത്രയാണ്? എക്സ് ഇൻറ്റു 2/100. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം മറ്റൊരു രീതിയിൽ? 2x/100 എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഏർണിംഗ്സിന്റെ പേര് എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ് എന്നാണ് നമ്മൾ ഏർണിംഗ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്ത് എക്സ് ഇൻറ്റു 100 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. 2x/100 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 100. ഞാൻ മുകളിലേക്ക് ഒന്ന് കുറച്ചുകൂടി കയറ്റി എഴുതാം, നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം. യെസ്, എന്താണ് ആദ്യം വരേണ്ടത്? നമ്മുടെ ഫസ്റ്റത്തെ ഡെപ്പോസിറ്റ് 2x/100 ഡിവൈഡ് ബൈ ഏർണിംഗ്സ് എക്സ് ആണ് ഇൻറ്റു 100 ആണല്ലോ. ഇവിടെ നോക്കൂ, മുകളിൽ ഒരു ഫ്രാക്ഷൻ ആണ്, താഴെ ഒരു നോർമൽ നമ്പർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 1 വെച്ചിട്ട് ചെയ്യുന്നു. ഇനി ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം, റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ദാറ്റ് ഈസ് 2x/100 ഇൻറ്റു 1/x ആണല്ലോ. പിന്നെ ഒരു 100ഉം കൂടി ഇപ്പുറത്ത് വരുന്നുണ്ട് ആണല്ലോ. ഈ എക്സും എക്സും വെട്ടിപ്പോയി. അപ്പോൾ 2/100 എന്നാണ് നമുക്ക് വരുന്നത് അല്ലേ? 2/100 ഇൻറ്റു 100 ആണല്ലോ. അതായത് എക്സും എക്സും വെട്ടിപ്പോയി, 2/100ഉം തൊട്ടപ്പുറത്തെ ഇൻറ്റു 100ഉം ആണല്ലോ. ഇനി 100ഉം 100ഉം വെട്ടിപ്പോയി. എത്ര വരും ആൻസർ? ഫൈനൽ ആൻസർ 2% എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുമല്ലോ. എത്രയാണ്?
2% എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. എവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 2% എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സ്മോളസ്റ്റ് 2-digit നമ്പർ ആഡഡ് ടു 3 2 4 1 3 gives a multiple of 9. അതായത് ഈ തന്നിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ, വിച്ച് സ്മോളസ്റ്റ് 2-digit നമ്പർ, ഈ തന്നിരിക്കുന്ന 32413നോട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് നമ്പർ ആഡ് ചെയ്താൽ അത് 9ന്റെ മൾട്ടിപ്പിൾ ആകും എന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനോട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഒരു 9ന്റെ മൾട്ടിപ്പിൾ കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സംഗതികൾ, അതായത് 3 2 4 1 3യുടെ സം എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിന്റെ സം എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. സം ഓഫ് ദി നമ്പേഴ്സ്, സം എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം, 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. മനസ്സിലായോ? അതായത് 9 18 27 36 45 എന്ന് പോകുന്ന 9ന്റെ മൾട്ടിപ്പിൾസോ 9ഓ മാത്രമേ നമുക്കിത് സം ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്ന് സം ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. 3 2 4 + 1 + 3 നമുക്ക് സം ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4 3 7 7 3 10 12 12 13 ആണ് കിട്ടുന്നത് അല്ലേ? 13 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 13 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 9 കഴിഞ്ഞാൽ പിന്നെ 18 ആണ് വരുന്ന മൾട്ടിപ്പിൾ അല്ലേ, പിന്നെ 27 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് തോന്നിയേക്കാം 18 എങ്ങാനും ആണോ നമ്പർ ആഡ് ചെയ്യേണ്ടത്? 13നോട് യെസ്. അപ്പോൾ 13നോട് ഏതോ ഒരു 2-digit നമ്പർ വേണം ആഡ് ചെയ്യാനായിട്ട് അല്ലേ. 2-digit നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്കൊരു 9ന്റെ മൾട്ടിപ്പിളോ കിട്ടുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ആണ് എന്ന് വിചാരിച്ചാലും 13നോട് 5 കൂട്ടിയാലേ 18 കിട്ടുള്ളൂ. 5 എന്ന് പറയുന്ന ഒരു 2-digit നമ്പർ ആണോ? ആണോ മക്കളെ? അല്ല, അതൊരു ഒറ്റ സംഖ്യയാണ്, 1 digit ആണല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി 18 അല്ല കിട്ടേണ്ട സം എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഏതായിരിക്കും? 27 വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 27 വെച്ച് നോക്കുമ്പോൾ 27ൽ നിന്നും 13 ഒന്ന് കുറച്ച് നോക്കി, 2-digit കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ടല്ലേ. 14 എന്ന് പറയുന്ന ഒരു 2-digit നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൻസറും അത് തന്നെയാണ്. നമ്മുടെ 2-digit നമ്പർ, നമ്മുടെ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് 14 ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നമുക്ക് ഈ ഒരു സമ്മിനോട് കൂടെ ഏതോ ഒരു 2-digit നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. പക്ഷെ 18 കിട്ടുമോ? ഇല്ല. 18 കിട്ടണമെങ്കിൽ ഒറ്റ സംഖ്യ ആഡ് ചെയ്താലേ 13നോട് 5 ആഡ് ചെയ്താൽ 18 കിട്ടും. 5 എന്ന് പറയുന്നത് 2-digit ആണോ? അല്ല, 1 digit ഉള്ളൂ അല്ലേ. ഒറ്റ ഒരു ഡിജിറ്റേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 18 അല്ല 27 ആണ് കിട്ടേണ്ടതെന്ന്. 13നോട് 14 ആഡ് ചെയ്താൽ മാത്രമേ 27 കിട്ടുന്നുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 14. ഓക്കെ, ക്ലിയർ? നമ്മുടെ 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണേ. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യനിൽ 1024 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതിന് 11 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? 1024 എന്ന് പറയുന്ന നമ്പറിന് 11 ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 11 ഫാക്ടറുള്ള 1024 നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാന്ന് നോക്കാം. യെസ്, 1024 എന്ന് പറയുന്നുണ്ട്. 11 ഫാക്ടർ വരണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. 2⁻1 2 ആണ്. 2ന്റെ സ്ക്വയർ, രണ്ടാമത്തെ പവർ എടുത്താൽ 4 ആണ്. 2ന്റെ ക്യൂബ് എടുത്താൽ 8 ആണ്. അങ്ങനെ 2നെ 10 പ്രാവശ്യം എഴുതിയാലാണ് ആരെ കിട്ടുന്നത്? 2010നെ കിട്ടുന്നത്. 1024നെ കിട്ടുന്നത്. എന്താണ്? 2⁻10 ചെയ്താലാണ് 1024 എന്ന് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് 11 പവർ കിട്ടുക ആണല്ലോ. ഈ മുകളിലത്തെ പവറിനോട് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് 11 ഫാക്ടേഴ്സ് കിട്ടുന്നത്, 11 ഘടകങ്ങൾ കിട്ടുന്നത് നമുക്കറിയാം അല്ലേ. നമുക്കറിയാം പവറിനോട് കൂടി 1 കൂട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ 2⁻10 ആണ് എന്ത്? 1024 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഫാക്ടേഴ്സ് ഡു 1024ന്റെ സ്ക്വയറിന് അല്ലെ, 1024ന്റെ സ്ക്വയറിന് അങ്ങനെയാണെങ്കിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കിയാലോ. 1024ന്റെ സ്ക്വയറിന് 24 നമ്മൾ സ്ക്വയർ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും സ്ക്വയർ ചെയ്യണം കേട്ടോ. 2⁻10നെയും നമ്മൾ സ്ക്വയർ ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? 1024 എന്ന് പറയുന്നത് 2⁻10 ആണ്. 2⁻10 2നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1024 കിട്ടും. അങ്ങനെയാണ് 1024 11 ഫാക്ടേഴ്സ് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1024ന്റെ സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്തു? 1024ന്റെ സ്ക്വയർ എടുത്ത പോലെ തന്നെ 2⁻10ന്റെയും സ്ക്വയർ എടുത്തു. നമുക്കറിയാം ഈ 2നെയും 10നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. a⁻m the whole raised to n. a⁻m the whole raised to n is equal to a⁻mn എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2⁻10 × 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും 2⁻20.
220 ആണ് എന്ത് കിട്ടുന്നത്, നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 ആണ് പവർ എങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പവർ കിട്ടുന്ന 20യോട് കൂടി നമ്മൾ 1 ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടുന്നുള്ളൂ, ഘടകങ്ങളുടെ എണ്ണം കിട്ടുന്നുള്ളൂ. അപ്പോൾ 20 + 1 21 ഘടകങ്ങളാണ് നമ്മുടെ 1024ന്റെ സ്ക്വയറിനുള്ളത്. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ബി 21 എന്ന് പറയുന്ന ആൻസർ നമ്മുടെ കയ്യിലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 21 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. എ ടാങ്ക് ഫിൽഡ് അപ് ടു 40% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി. അപ്പോൾ ഒരു ടാങ്ക് വന്നിട്ടുണ്ടേ, അതിൻ്റെ 40%, ഇതാണ് എൻ്റെ 40% വിചാരിക്കും. 40% വരെ നമ്മൾ നിറച്ചു. 40% വരെ നമ്മൾ നിറച്ചു. ഓക്കെ. ഇനി വെൻ 300 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ആഡഡ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 300 ലിറ്റർ വെള്ളം കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എത്രയാണ്? 300 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ബിക്കം 50%. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വാട്ടർ ലെവൽ കൂടി 50% വരെ ഇത് നിറഞ്ഞു. നേരത്തെ 40 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഇപ്പൊ എത്രയായി മാറി? 50% മാറി. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്? അങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി എത്ര ലിറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നേരത്തെ 40 ആയിരുന്നു, പിന്നീട് ഒരു 300 ലിറ്ററും കൂടി ആഡ് ചെയ്തപ്പോഴാണ് അത് എത്ര ശതമാനമായി മാറിയത്? ഇപ്പോൾ 50% ആയി മാറിയത്. അതായത് ഈ പറയുന്ന 300 ലിറ്റർ എന്ന് പറയുന്നത്, ഈ 300 ലിറ്ററിനെ നമ്മൾ ഇപ്പുറത്ത് നിർത്തി, സോറി മില്ലി ലിറ്റർ അല്ല, ലിറ്റർ ആണ്. യെസ്, ഈ 300 ലിറ്ററിനെ നമ്മൾ ഇവിടെ നിർത്തി തൊട്ടപ്പുറത്തേക്ക് ഈ 40%നെ കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 50% ഇവിടെ ഉണ്ട്, മൈനസ് 40% അപ്പുറത്തെത്തി, 40% അപ്പുറത്തെത്തി. അപ്പോൾ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, 50 - 40 ദാറ്റ് ഈസ് 10 ആണ്. 10% എന്ന് പറയുന്നതാണ് 300 ലിറ്റർ എങ്കിൽ 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പിടികിട്ടിയോ? 10% 300 ആണെങ്കിൽ അതിൻ്റെ മൊത്തം കപ്പാസിറ്റി 100% എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഞാൻ പറയാം. 10/100 എന്ന് പറയുന്നത് 300 ആണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി മക്കളെ. ഈ 10/100 തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ എന്താവും? 300 × 100/10 ആണല്ലോ. 300 × 100/10. മുകളിൽ നിന്നും താഴെ നിന്ന് ഓരോ 0 കട്ട് ചെയ്ത് കളയാം. ഇനി ആരൊക്കെ ഉണ്ട്? ഒരു 30 ഉണ്ട്, ഒരു 100 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3000 ലിറ്റേഴ്സ്. അപ്പോൾ മൊത്തത്തിൽ എത്ര കപ്പാസിറ്റി ഉണ്ട് ആ ടാങ്കിന്? 3000 ലിറ്റർ വരെ വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഈ വലിയൊരു ടാങ്കിനുള്ളത്. മനസ്സിലായോ? 3000 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ക്ലിയർ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? യെസ്. നമ്മുടെ തൊട്ടടുത്ത നമ്പറിലേക്ക് പോവാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. Sum of the first 100 odd numbers 135 is 10,000. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. എത്രയാണ്? 10,000 രൂപ. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് ഇസ് ദ സം ഓഫ് 100 odd numbers starting from 21? 21 നിന്ന് തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സിന്റെ തുക എത്രയായിരിക്കും? അതായത് ആദ്യത്തെ 100 എണ്ണത്തിന്റെ, ആദ്യത്തെ 100 എണ്ണം 1, 3, 5, 7, 9 എന്നിങ്ങനെ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സിന്റെ തുക സം എത്രയാണ്? 10,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? ഹൗ മച്ച് ഇസ് ദ സം ഓഫ് 100 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 21? 21 നിന്ന് തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയായിരിക്കും എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് എത്രയാണ്? 100 ഓഡ് നമ്പേഴ്സ് അല്ലേ? 100 ഓഡ് നമ്പേഴ്സ് നമുക്ക് എത്ര? 10,000 നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? ഈ 100ന്റെ സ്ക്വയർ എടുത്തതാ. ഈ 100 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്ത, അപ്പോൾ 10,000 കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റത്തെ 1, 3, 5 എന്ന് തുടങ്ങുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞല്ലേ. 1, 3, 5 എവിടെ വരെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, 21 മുതലാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയായിരിക്കണം ഇത് അവസാനിച്ചത്? 19-ലായിരിക്കണ്ടേ? 1, 3, 5, 7, 9, 11, 13, 15, 17, 19. നോക്കിക്കേ, ഇത് എത്ര നമ്പർ ഉണ്ട് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 10 നമ്പേഴ്സിന്റെ ഒന്ന് നോക്കിയാലോ. സം ഓഫ് ദി 10 ഓഡ് നമ്പേഴ്സ്. ഈ 10 ഓഡ് നമ്പേഴ്സിന് എത്രയായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടേണ്ടത്? 10 ഓഡ് നമ്പേഴ്സിന് എത്രയായിരിക്കും? 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? 100 ആണ് എന്ന് നമുക്ക് കിട്ടി.
ഓക്കെ, ഇനി അടുത്ത ഒരു 10 നമ്പേഴ്സിന്റെ കൂടിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഇസ് ദ സം ഓഫ് 100 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 21? 21 ഓഡ് നമ്പേഴ്സിന്റെ ഇനി എത്ര, 21 മുതൽ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണ് എന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ 100 എണ്ണം വരെ കണ്ടുപിടിച്ച് ആദ്യം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 എണ്ണം കൂടിയാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. 110 എണ്ണം അപ്പോൾ നമുക്കിനി വേണം. ഓക്കെ, 110 എണ്ണത്തിന് എത്രയായിരിക്കും ഇപ്പോൾ സം വരുന്നത്? സം ഈസ് ഈക്വൽ ടു 110ന്റെ സ്ക്വയർ എടുത്താൽ മതി. 110ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,100 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? 12,100. അപ്പൊ നമുക്കറിയാം 100 എണ്ണത്തിന്റെ എത്രയാണ്? 10,000 ആണ്. 110 എണ്ണത്തിന്റെ 12,100 ആണ്. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ സം ഓഫ് 100 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 21? അപ്പൊ ആദ്യത്തെ 10 എണ്ണത്തെ കുറച്ചാൽ മതി അല്ലേ? ആദ്യത്തെ 10 എണ്ണത്തെ കുറച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ 10 എണ്ണത്തെ കുറയ്ക്കുന്നു. 110 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ആദ്യത്തെ 10 എണ്ണത്തിൽ നമ്മൾ കുറച്ചാൽ പോരെ? യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ 10 എണ്ണത്തിന്റെ 100 ആണ്. പിന്നീടുള്ള 110 എണ്ണത്തിന്റെ 12,100 ആണ്. അപ്പൊ 12,100 നിന്ന് ഈ പറയുന്ന 100 കുറച്ചെടുത്താൽ നമ്മുടെ ആൻസർ ആയി 12,100 മൈനസ് 100. അപ്പൊ എത്ര കിട്ടും? 12,000 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും അല്ലേ? എവിടെയാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി, 12,000 എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ആൻസർ കിട്ടുന്നു. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ എൻ്റെ മക്കൾക്ക്? എന്താണ് നമ്മൾ ചെയ്തത്? 21 എണ്ണത്തിന്റെ കണ്ടുപിടിക്കുന്നു, ആദ്യത്തെ 10 എണ്ണത്തിന്റെ കണ്ടുപിടിക്കുന്നു. സോറി, 21 എണ്ണത്തിന്റെ അല്ല, 110 എണ്ണത്തിന്റെ. 110 എണ്ണത്തിന്റെ എടുക്കുന്നു, ആദ്യത്തെ 10 എണ്ണത്തിന്റെ എടുക്കുന്നു. 110 നിന്ന് 10 കുറച്ച് നമുക്ക് 100 എണ്ണത്തിന്റെ കിട്ടുമല്ലോ. അത് 21 നിന്ന് തുടങ്ങുന്ന 100 എണ്ണത്തിന്റെ. ഓക്കെ, അപ്പോൾ 110ന്റെ 12,100 നിന്നും 10ന്റെ 100 കുറച്ചാൽ നമുക്ക് 12,000 എന്ന് പറയുന്ന ആൻസർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, നമ്മുടെ 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ മക്കളെ. ദ ആവറേജ് ഓഫ് സം ഈവൻ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 2 ഇസ് 50. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഈവൻ നമ്പർ? എന്താണ് പറയുന്നത്? കുറച്ച് ഈവൻ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 2ൽ നിന്നും തുടങ്ങുന്നു. അപ്പൊ 2ൽ നിന്ന് തുടങ്ങുന്ന പറയുമ്പോൾ എന്തായിരിക്കും? 2, 4, 6, 8 അങ്ങനെ തുടങ്ങുന്ന കുറച്ച് എന്ത് രണ്ടക്ക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇരട്ട സംഖ്യകൾ തന്നിട്ടുണ്ട്. രണ്ടക്ക സംഖ്യകൾ തന്നിട്ടുള്ളിടത്ത് ദ ആവറേജ് ഓഫ് സം ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 2 ഇസ് 50 എന്നാ പറയുന്നത്. ആവറേജ് എത്രയാണ്? ആവറേജ് ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. സം അല്ലട്ടോ മക്കളെ, ശരാശരി. ശരാശരി എന്ന് പറയുമ്പോൾ എന്താ? സമ്മിനെ ടോട്ടൽ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആവറേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ആവറേജ് ആണ് എന്ന് മനസ്സിലാക്കാം. 50 എന്ന് പറയുന്നത് ആവറേജ് ആണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഈവൻ നമ്പർ? ഈ തന്നിട്ടുള്ള കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് ഈ തന്നിരിക്കുന്ന ഈ സീരീസിലെ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ, ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ള മെത്തേഡാണ് n+1 എന്ന് പറയുന്നത്. എന്താണ്? n+1. ഓക്കെ, അത് കോമൺ ആയിട്ടുള്ള ഒരു ഫോർമുല n+1 ആണ് നമുക്ക് ആവറേജ് ശരാശരി കണ്ടുപിടിക്കാനായിട്ട്, ഈവൻ നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ ശരാശരി എത്രയാണ് ഇവിടെ? n+1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ആണ് തന്നിരിക്കുന്നത് അല്ലേ? എത്രയാണ്? 50 ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ n+1 50 ആണെങ്കിൽ n എത്രയായിരിക്കും? ഈ +1നെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 50 - 1 ആയി മാറുന്നു. 50 - 1. അപ്പോൾ 50 - 1 എത്രയാണ്? 49. എത്രയാണ്? 49. അതായത് ഈ സീരീസിൽ 49 നമ്പർ ഉണ്ട്. എത്രയാണ്? 49 നമ്പർ വരെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, ഈ ഒരു സീരീസിൽ എടുത്തിരിക്കുന്നത്. അതായത് 49ാമത്തെ നമ്പർ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ എന്നർത്ഥം അല്ലേ? ഇത് സീരീസ് കൂടി പോകും തോറും ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന നമ്പർ ആയിരിക്കും ഏറ്റവും വലുതല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന 49ാമത്തെ നമ്പർ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈവൻ നമ്പർ എന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഈവൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇക്വേഷൻ നോക്കി 2, 4, 6, 8. അതായത് ഓരോന്നിനെയും നമ്മൾ എന്താണ് 2 വെച്ച്, അതായത് ഓരോ സ്ഥാനം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ഇപ്പം ഇതെന്താ? 2 × 1. ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അല്ലേ? 2 × 1 2 ആണ്. ഇദ്ദേഹത്തിന് നമ്മൾ എന്താ രണ്ടാമത്തെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 × 2. ഇദ്ദേഹത്തിന് എന്താണ് മൂന്നാമത്തെ സ്ഥാനമാണ്. അപ്പോൾ 2 × 3. പിന്നീട് എന്താണ് 2 × 4. അങ്ങനെയാണ് ഈ ഓരോ നമ്പറും പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ n ആയിട്ടുള്ള, അതായത് nth പൊസിഷനിൽ നിൽക്കുന്ന ആളുടെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2n എന്ന് കൊടുത്താൽ പോരെ? അതായത് nth പൊസിഷനിൽ നിൽക്കുന്ന ആളെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യ ഏതാണ് എന്ന് കിട്ടും. അതായത് 49th പൊസിഷനിൽ നിൽക്കുന്ന നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 × 49. 49th സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ 49നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 98 ആണ് നമ്മുടെ ഈ സീരീസിലെ ഏറ്റവും വലിയ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് മക്കളെ? 98. നോക്ക്, ഓപ്ഷനിൽ 98 കിടക്കുന്നുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 98 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്.
ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പോൾ നമ്മുടെ 2020-21 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ നോക്കിയത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന് രണ്ടാമത്തെ ഇയറിലായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് എന്താണ് ഇച്ചിരി പ്രയാസമാണ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കൂടുതലും ഓപ്ഷൻസ് നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ശ്രദ്ധിക്കാട്ടോ മക്കളെ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക, കറക്റ്റ് ആയിട്ട് എക്സാം നല്ല രീതിക്ക് തന്നെ പഠിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് കാണാം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.